ഏഷ്യ പവർഫുൾ ടൈമായി. അപ്പോൾ ഇന്ത്യ, ചൈന, റഷ്യ അതൊരു പുതിയൊരു ലോകക്രമം വരണം പടിഞ്ഞാറ് തള്ളി. പവർ ഇവിടെ കേന്ദ്രീകരിക്കണം. അങ്ങനെ ആയാലേ ഇന്ത്യ ലോക പവറായിട്ട് മാറാൻ പറ്റുള്ളൂ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തനം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പുരസ്കാരം മേടിച്ച് നിൽക്കണമെങ്കിൽ ഒരേ ഒരു കാരണമുള്ളൂ. 12 കൊല്ലം എന്നെ ട്രെയിൻ ചെയ്ത ആളുടെ പേര് മുരുകൻ എന്നാണ്. നമ്മുടെ രാജ്യമാണ് വലുത് എന്നുള്ള ചിന്ത വരുത്തുക. അങ്ങനെ ഒരു ചിന്ത വരുത്താൻ ഭഗവാൻ സഹായിച്ചു. കുറേ പേർക്ക് അങ്ങനെ പറ്റിച്ചതിന് എൻ്റെ ഒരു സന്തോഷം ഇതിൻ്റെ പ്രവർത്തികളിലൂടെ. അപ്പോൾ ഈ വരുന്ന വർഷത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവാനുള്ള, ഞാൻ നെഗറ്റീവായിട്ട് ചോദിക്കുന്നില്ല, പ്രശ്നങ്ങൾ അങ്ങ് എപ്പോഴും പറയാനുണ്ട്, പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും, വളരെ സൂക്ഷിച്ച് നിൽക്കേണ്ട സമയമാണ്. അതെന്തുകൊണ്ട് അങ്ങ് പറയാൻ കാരണം? അത് പിറ്റേ ദിവസം നമ്മുടെ യാഗം നടക്കുന്നത്. അതേ യാഗം ആർക്ക് വേണ്ടി നടക്കണം? മുരുകസേനയ്ക്ക് വേണ്ടി നടത്തുന്നു. നമ്മളിത് എന്ത് ഡിക്ലെയർ ചെയ്തു? മാർച്ചിൽ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഞാൻ അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാഗത്തിന് മുമ്പ് സംസാരിച്ചപ്പോൾ, ഈ യുദ്ധത്തിൽ മുരുകസേനയുടെ എനർജി നമ്മുടെ ഭാരതത്തിലെ പട്ടാളക്കാർക്ക് സേനയ്ക്ക് കിട്ടും. പിന്നെ ചൈനനെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് സംശയിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് മുരുകയുഗമാണ്, ഭഗവാന്റെ ഡയറക്ഷനാണ്, ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ നടന്നേ പറ്റും, നടക്കും ചെയ്യും. അത് ഭഗവാന്റെ ഡയറക്ഷൻ. എന്തുകൊണ്ട് നടത്തണമെന്ന് വെച്ചാൽ അങ്ങനെ ആയാല നമ്മൾ ലോകത്ത് രാജ്യം വളരുന്നുണ്ട്, അതിനൊപ്പം ജനങ്ങളും വളരണം. നമസ്തേ, എല്ലാവർക്കും വിദേശിയിലേക്ക് സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം എനിക്ക് വളരെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ മനസ്സിനോട് എപ്പോഴും ചേർന്ന് എടുക്കുന്ന, അല്ലെങ്കിൽ എനിക്കെപ്പോഴും ഞാൻ ഏട്ടനൊക്കെ വന്ന് വിളിക്കുന്ന 1-2 ആൾക്കാരിൽ ഒരാളാണ് രജിത്തേട്ടൻ. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും വളരെ എന്താ പറയുക, ഒരു കുടുംബം പോലെ കാണുന്ന, ഞങ്ങൾക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന LM RKയുടെ സേനാപതി, ഞങ്ങളെല്ലാവരും ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്ന രജിത്തേട്ടൻ എന്ന് ഞങ്ങളോടൊപ്പമുണ്ട്. സ്വാഗതം. നമസ്കാരം. എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ വളരെ ധൃതിപൂർവ്വമാണ് ആദ്യത്തെ എപ്പിസോഡ് എടുത്തത്. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഒത്തിരി എന്താ പറയുക, ബുക്ക് വായിച്ച എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരൊക്കെ വായിച്ചു കഴിഞ്ഞപ്പം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 3-4 ദിവസം കൊണ്ട് ഒരുമിച്ചിരുന്ന് വായിച്ച എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ആ ഇൻ്റർവ്യൂ. അതിൽ ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ അതിന്ന് വന്നതാണ്. അപ്പോൾ കുമാരികാണ്ടൊക്കെ എനിക്ക് അത് എഴുതിയ സമയത്ത്, അങ്ങ് എഴുതിയത് വായിക്കുന്ന സമയത്ത് എനിക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഗബ്രിയേൽ മാർക്യൂസിൻ്റെ ഒരു ശൈലി പോലെ വളരെ എന്താ പറയുക, അഗാധമായി പോകുന്ന ഒരു ബുക്ക്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നാം അതൊരു ഇൻഫാക്ച്വേഷൻസ് ആണോ അല്ലെങ്കിൽ ഒരു ഹാലൂസിനേഷൻ ആണോ. പക്ഷെ അത് അത്രയും ആ ലെവലിലൊക്കെ ഹാലൂസിനേഷൻ വരണമെങ്കിൽ പിന്നെ എന്താ പറയുക, അത് MDMA അടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വളരെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഇൻ്റർവ്യൂ. പക്ഷേ ഇന്ന് 2013 അങ്ങേക്ക് സ്വപ്നദർശനത്തിൽ മുരുകഭഗവാൻ തന്ന നിർദ്ദേശങ്ങൾ ഇന്ന് 2025 വന്ന് നിൽക്കുമ്പോൾ ഒരു വ്യാഴവട്ട കാലം കഴിഞ്ഞു അല്ലേ? 12 വർഷം കഴിഞ്ഞത് അറിഞ്ഞില്ല. അങ്ങ് പല ഇൻ്റർവ്യൂവിലും പറയുന്ന പോലെ നെറ്റ്ഫ്ലിക്സിലെ ഒരു സീരീസ് പറയാറുണ്ട്, 12,000 വർഷങ്ങൾക്ക് മുന്നേ. വളരെ ആധുനികമായ സമൂഹമായിരുന്നു നമ്മുടെ. അതൊരു പ്രളയത്തിന് ശേഷം ഇങ്ങനെ ആയതും. അപ്പം ആ ഒരു 12 വർഷം കഴിഞ്ഞ് ഇന്ന് ഈ ഒക്ടോബർ 12 വളരെ വ്യത്യസ്തമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അല്ലേ? പലരും ചിരിച്ചവരുണ്ടാവാം. നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തും പല കമൻസിലും പല ആൾക്കാർ വിളിക്കുമ്പോഴൊക്കെ. പക്ഷെ ഞാൻ ഒരു വ്യക്തി എന്നതിൽ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നടക്കുന്നതേ പറഞ്ഞിട്ടുള്ളൂ, പറഞ്ഞതെല്ലാം നടന്നിട്ടുണ്ട് അല്ലേ? അത് വല്ലാത്തൊരു എന്താ പറയുക, ഒരു എന്തോ ഒരു സൂപ്പർഫിഷ്യൽ ശക്തി അല്ലേ ചുറ്റുമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഇങ്ങനെ യാത്ര. അപ്പം ഈ വരുന്ന ഇപ്പം ഡീൽ വിത്ത് സേനാപതി എന്നൊരു കോൺസെപ്റ്റ് അല്ലേ, അതങ്ങ് തുറന്നു പറഞ്ഞു. ആ വീഡിയോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലിങ്ക് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കൊടുക്കും. അത് കൃത്യമായി അങ്ങ് പറഞ്ഞു, താല്പര്യമുള്ളവർ മതി, അല്ലാത്തവർ വരണ്ട. ആദ്യമായിട്ടാണ് അങ്ങ് എലിജിബിലിറ്റിയും പറയുന്നത്. ഇത് എലിജിബിളായിട്ട്, അല്ലെങ്കിൽ അത് ആ ലൈബ്രറിയൻ്റെ ഒരു എക്സാമ്പിളൊക്കെ വളരെ കൃത്യമായിരുന്നു. ഈ 12 വർഷം കഴിഞ്ഞ് ഈ ഡീൽ വിത്ത് സേനാപതിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ 12 കൊല്ലമല്ല, ശരിക്കും പറഞ്ഞാൽ 2005 മുതലാണ്. 20 കൊല്ലം 2005 ആദ്യം പഴനിയിൽ പോയിട്ട് നമ്മൾ വ്രതം ആ വിഗ്രഹം വേണ്ടിയിട്ട് 20 കൊല്ലത്തെ യാത്ര. ഞാൻ യാഗത്തിൻ്റെ ഒരു ടൈമിംഗ് ആണ് ഞാൻ ആലോചിക്കുന്നത്. 2013 തൊട്ടാണ് നമ്മുടെ മുരുകയുഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കറക്റ്റാണ്. അതിനാണ് 2013 കറക്റ്റ്. 2013 വരെ സ്വപ്നത്തിലും, അതിന് ശേഷം ജ്യോതിരൂപത്തിലും, 20 ശേഷം
ഫോർത്ത് ഡീകോഡിങ്. ഡീകോഡിങ് ആണ്. അപ്പോൾ ആ 2013 കണക്ക് ശരിയാണ്. അപ്പോൾ 20 കൊല്ലത്തെ യാത്രയാണ്. ഈ യാത്രയിൽ എന്താ പറയുക, അദ്ദേഹം പറയുന്നു, ഞാൻ ചെയ്യുന്നു. ആ ഒരു അതാണ് അതിന് സത്യം. അതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത്, എന്താ പറയണത്, നടക്കാൻ പോണതേ പറയുള്ളൂ, പറയണതേ നടക്കുള്ളൂ എന്നുള്ളതിൽ കാരണം അത്രയുള്ളൂ. ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഡീൽ വിത്ത് ദേവസേനാപതിയാണ്. അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ അത് നടക്കാനുള്ളത് പറയുള്ളൂ, ചെയ്യിക്കണത് നടക്കാനുള്ളത് ചെയ്യുള്ളൂ, ചെയ്യുന്നുണ്ടെങ്കിൽ നടക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ബേസ്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ യാത്ര വരുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന കുമാരികാണ്ഡം ആത്മാക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. വലിയൊരു സേനയായിട്ട് മാറുന്നുണ്ട്, ഒരു മുരുകസേനയായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ മുമ്പിൽ എല്ലാമാർക്കിടെ കൊടി പിടിച്ച് നിൽക്കുന്ന ക്യാപ്റ്റനായിട്ട് മാറാൻ കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, അനുഗ്രഹമാണ്. എന്താ പറയുക, പട്ട് വിരിച്ച വഴിയൊന്നും ആയിരുന്നില്ല. കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയിട്ട് തന്നെയാണ് ഭഗവാൻ എത്തിയത്. പക്ഷെ അത് ട്രെയിനിങ്ങാണ്, ട്രെയിനിങ് പീരീഡാണ്. ട്രെയിനിങ് പീരീഡിൽ ഇപ്പോൾ നമ്മളൊരു മിലിറ്ററിയിൽ ക്യാപ്റ്റൻ ആണെങ്കിൽ എന്തോരം ട്രെയിനിങ് കഴിഞ്ഞ് വരണം. പുലർച്ചെ 4 മണിക്ക് എനിട്ടില്ലെങ്കിൽ വെള്ളം കോരി ഒഴിക്കും, ഗ്രൗണ്ടിൽ ഓടിപ്പിക്കും. അതിപ്പോൾ ഫുട്ബോൾ കളിയിലായാലും ഏതിലും നമ്മളൊരു ടോപ്പിലെത്തണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഹാർഡ് വർക്ക് കഴിഞ്ഞിട്ട് എത്തണവരാണ് ഒന്നിന് മുമ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ട്രെയിനിങ് കാലത്ത് അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു കാലത്ത് അത്രയും ട്രെയിനിങ്ങിലൂടെ കടന്നു വന്ന് ഞാൻ ഈ അടുത്ത് ഗുരുവായൂർ എനിക്കൊരു പുരസ്കാരം കിട്ടി. അവിടെ വെച്ച് ആ സ്വാഗത പ്രസംഗം ഒരു കാര്യം പറഞ്ഞു. ഈ പുരസ്കാരത്തിന് പരിഗണിക്കുമ്പോൾ പലരെയും പരിഗണിച്ചിരുന്നു. വേദങ്ങളൊക്കെ റിവേഴ്സ് ചെയ്യണ ആൾക്കാർ, അങ്ങനെ പറയുന്ന ആൾക്കാർ, അങ്ങനെ പല പണ്ഡിതന്മാരും അവസാനം എന്നിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ അത് സംസാരിക്കുമ്പോൾ പറഞ്ഞു, പണ്ഡിത അറിവിൻ്റെ അളവ് പോലെ വെച്ചാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് തന്നെയാണ് എൻ്റെ പേരുണ്ടാവുക. കാരണം എനിക്ക് ഓം ശരണമായ അല്ലെങ്കിൽ മുരുക എന്ന് വിളിക്കുന്ന അപ്പുറം ഒരു മന്ത്രം അറിയില്ല. വേദം റിവേഴ്സ് പോയിട്ട് മര്യാദയ്ക്ക് വായിച്ചിട്ടില്ല ഞാൻ. അപ്പം പക്ഷേ അതൊന്നും ഇല്ലാത്ത ഞാൻ ഇത്രയധികം ജനങ്ങളുടെ മുമ്പിൽ, അതായത് ഇത്രയും ഒരു സേനയുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തനം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പുരസ്കാരം മേടിച്ച് നിൽക്കണമെങ്കിൽ ഒരേ ഒരു കാരണമുള്ളൂ, 12 കൊല്ലം എന്നെ ട്രെയിൻ ചെയ്ത ആളുടെ പേര് മുരുകൻ എന്നാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു എനർജിയുടെ ശക്തി കൊണ്ടാണ് ഇത്രയും സഞ്ചരിച്ചിരിക്കണത്, ഇത്രയും കാര്യങ്ങൾ നടക്കണത്. പിന്നെ നമ്മുടെ കൂടുതൽ മമ്മൂട്ടി ഒരിക്കലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ വിമർശിക്കുന്നവരെ കുറിച്ച് തിരക്കാൻ എനിക്ക് സമയമില്ല, എന്നെ സ്നേഹിക്കുന്നവരുടെ ഇടയിൽ ഞാൻ തിരക്കിലാണ്. അതാണ് എന്നെ സംബന്ധിച്ച് എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരുടെ അടുത്ത് നിൽക്കുമ്പോൾ അപ്പുറത്ത് 10 പേരെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മുന്നോട്ട് തന്നെ. അതിത് പറഞ്ഞു നിർത്തുന്നതിനിടെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ പലതവണയും പല യാത്രകളെയും അങ്ങയുടെ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഉജ്ജയിനിൽ വെച്ചിട്ടാണ്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് അത്രത്തോളം ഒരു ജോലി, അതോടൊപ്പം തന്നെ ഇതിന് സമയം കണ്ടെത്തുന്നതും, ഉറക്കമില്ലാത്ത യാത്രകൾ. അത് കഴിഞ്ഞ് നമ്മളൊരു ദിവസം ബാംഗ്ലൂരിൽ നിന്ന് കാണുന്ന സമയത്ത് അങ്ങ് ഷിവർ ചെയ്ത് പനി അത്രയും ഷിവേർഡായിട്ടാണ് അങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും ആ ചിരിയിലോ ഞങ്ങളോട് സംസാരിക്കുന്നതിലും തന്നെ ഒരു കുറവും വരുത്താതെ ഞാൻ ആലോചിക്കാറുണ്ട്, അങ്ങ് പറയുന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്വന്തം രാഷ്ട്രത്തിനെ അല്ലെ 97 to 100% അങ്ങ് മുന്നോട്ട് വയ്ക്കുന്നത് ദേശീയവാദം തന്നെയാണ്, ഇന്ത്യയെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ മൺമറഞ്ഞു പോയ, നമ്മൾ മറന്നുപോയ അല്ലെങ്കിൽ നമ്മൾ ഓർക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയായിരുന്നു ആ യാഗം. കാരണം ചാണാക്യനെ ഉൾപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്നത്, അത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ കോരിത്തെരിപ്പാണ്. നമ്മൾക്ക് മറന്നു അല്ലേ, നമ്മൾ ചാണാക്യ തന്ത്രം എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് കാണാനോ റീൽസ് കാണുന്നതല്ലാതെ അതിന് ഒന്നും നമുക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടുന്ന് ആ ഒരു അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങേക്കുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ അങ്ങൊരിക്കലും പറയാറില്ല പുറത്തൊന്നും. പക്ഷേ അങ്ങയോടൊപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് അത് വ്യക്തമായിട്ട് അറിയാം. പല ആൾക്കാർ കുറ്റപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു ഷിഫ്റ്റ്, ഇപ്പോൾ വരുന്ന പുതിയ ഷിഫ്റ്റിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പല ആൾക്കാരും എന്നെ വിളിച്ചു, സത്യം പറഞ്ഞാൽ ഞാൻ ഈ സ്വന്തം അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും അല്ലേ, നമ്മൾ വെച്ചാൽ എന്തായാലും രജിതർ എപ്പോഴും ഉണ്ടല്ലോ, എടുക്കാലോ ഇൻ്റർവ്യൂ, അങ്ങനെ ചിന്തിക്കുന്ന സമയമാണ്. പക്ഷേ ഇന്ന് ഗ്ലോബൽ മീഡിയ, അങ്ങ് പറഞ്ഞത് ഗ്ലോബൽ മീഡിയ എന്ന് പറയുന്നത്, ഇവിടുത്തെ പല മീഡിയാസും പറയുന്നുണ്ടോ എന്ന് വേറെ കാര്യം, പക്ഷേ ഗ്ലോബൽ മീഡിയ ഈസ് വെരി ക്ലിയർലി പോർട്രേറ്റിംഗ് അല്ലേ,
എന്താണ് റഷ്യ, എന്താണ് ചൈന, എന്താണ് ഇന്ത്യ, ആ ഒരു കോമ്പിനേഷൻ കൃത്യമായിട്ടൊന്ന് കാണുന്നുണ്ട് മുന്നോട്ട്. അതിൽ അങ്ങേക്ക് അത് കാണുമ്പോൾ ഒരു മുരുകഭവാൻ്റെ ദൂതൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ മുരുകഭവാൻ്റെ ആ സേനയെ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്ന നിലയിൽ അങ്ങേക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത്? നമ്മുടെ നേരത്തെ പറഞ്ഞ ഹാർഡ് വർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭഗവാൻ ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ട്രെയിൻ. അത് എന്നെ ട്രെയിൻ ചെയ്യുമ്പോൾ എനിക്ക് വേറെ കാര്യങ്ങളൊന്നും നിബന്ധനകൾ വെച്ചിട്ടില്ല. എൻ്റെ വസ്ത്രത്തിന് നിബന്ധന വെച്ചിട്ടില്ല, ഭക്ഷണകാര്യത്തിൽ നിബന്ധന വെച്ചിട്ടില്ല. സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സാധാരണ ഒരു സ്പിരിച്വൽ ലീഡർമാർ യാത്ര ചെയ്യണ സ്ഥലങ്ങൾ അമ്പലങ്ങളിലേക്കോ മഠങ്ങളിലേക്കോ ആവും. പക്ഷെ ഭഗവാൻ അയക്കുന്നത് പർവ്വതങ്ങളിലേക്കും മരുഭൂമിയിലേക്കും കാടിൻ്റെ ഉള്ളിലേക്കും ഡിഫിക്കൽട്ട് ടെറൈനിൽ അങ്ങനെ അയച്ചുകൊണ്ടിരിക്കണത്, മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിലേക്ക്, ഗുഹകളിലേക്ക്. അപ്പോൾ ഭഗവാന്റെ എന്നെ കുറിച്ചിട്ടുള്ള ലക്ഷ്യം വേറെയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന് സത്യസന്ധത, ഒന്ന് ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്കിംഗ്. ഇതിന് ഹാർഡ് വർക്കിംഗ് ആണ് ഏറ്റവും. മുരുകൻ ഡ്യൂട്ടി ചെയ്യുക, അതാണ് വ്രതം. കൂടുതൽ ഈ വേറെ വ്രതങ്ങളോ കഠിന വ്രതങ്ങളൊന്നും എടുക്കില്ല. ഡ്യൂട്ടിക്ക് വേണ്ട വ്രതം എടുക്കുക, അതിൻ്റെ ഹാർഡ് വർക്കിംഗ് ചെയ്യുക. ഞാൻ ഇപ്പോഴും എല്ലാ മാർഗിലേക്ക് വരുന്ന ആൾക്കാരോട് പറയുന്നത്, കുറേ ആൾക്കാർ പറയും ഭക്ഷണത്തിൻ്റെ കാര്യം നിർബന്ധം. ഞാൻ അതൊന്നല്ല, വർക്ക് ചെയ്യുക. നിങ്ങൾ എങ്ങനെ വേണേൽ ജീവിച്ചോ, മുരുക ഡ്യൂട്ടി നിങ്ങൾ സത്യസന്ധമായി ചെയ്താൽ നിങ്ങൾ 10 യാഗം ചെയ്തതിന് ഫലം കിട്ടും. ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഈ സേനയുടെ കൺസെപ്റ്റ് ഡ്യൂട്ടി ചെയ്യാണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് ഭഗവാൻ എന്നെ മെരുക്കിയെടുത്ത് മോൾഡ് ചെയ്തെടുത്തിരിക്കണത്. അപ്പോൾ ആ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ അറിയാണ്ടേ എൻ്റെ രക്തത്തിൽ ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു ടാർഗറ്റ് വെച്ച് ഭഗവാൻ വെച്ചിട്ട് ഒരു ടാർഗറ്റ് വെച്ച് തന്നു. ആ ടാർഗറ്റ് എത്തണ വരെ ഏറ്റവും ഭംഗിയായിട്ട് ഉറച്ചൊരിച്ച് ഭംഗിയാക്കിയിട്ട് അത് വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രം എൻ്റെ ചിന്ത. അപ്പോൾ അവിടെ ഉറക്കോ അസുഖങ്ങളോ ക്ഷീണമോ ഒന്നുമില്ല. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാനെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നൊരു പാദത്തിൽ വെക്കുക. അതിൻ്റെ ഒരു റിസൾട്ട് അങ്ങ് പറഞ്ഞ പോലെ റിസൾട്ട് കിട്ടിയാൽ വന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ആരും പറയുന്നൊരു സുഖം. അത് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. മറ്റേ സ്വിറ്റ്സർലൻഡിൽ പ്രതിഷ്ഠ ചെയ്തിട്ട് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ രാത്രി പുലർച്ചെ 2 മണിക്ക് എല്ലാവരും കടന്നുറങ്ങുമ്പോൾ എല്ലാ വീടിൻ്റെ പുറത്തിറങ്ങി ആകാശത്ത് നോക്കിയിട്ട് അതാണ് അപ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ലെവലിൽ നമ്മൾ സംസാരിക്കണത്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നാളെ ലോകം സംസാരിക്കുന്ന രീതിയിലേക്ക് പല കാര്യങ്ങളും വളർന്നു. അത് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം കാണിക്കെങ്കിലും പിന്നെ ഞാൻ അടുത്ത ഡ്യൂട്ടിയിലേക്ക് കിടക്കുകയാണ്. കാരണം ഭഗവാൻ സ്റ്റെപ്പായിട്ട് വെച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്പ് വെക്കണതിൻ്റെ ലക്ഷ്യം എന്താ? ഭാരതത്തിനെ സൂപ്പർ പവർ ആക്കുക എന്നുള്ളതാണ്. ഈ മുരുകയുഗത്തിൽ ഭാരതം സൂപ്പർ പവർ ആവണം. അത് ഭഗവാൻ പഴഞ്ഞാണവൻ്റെ ഡിസിഷനാണ്. ആ ഡിസിഷന് വേണ്ട കാര്യങ്ങളിലൂടെയാണ് ഭഗവാൻ നമ്മളെ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ലക്ഷ്യം വെച്ച് അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങണം. അപ്പോൾ ഇതിനൊരു പവർഫുള്ളാനൊരു വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് കോൺഫിഡൻസ് കൂടും. നമുക്ക് ഓൾറെഡി ഉണ്ട്, നമ്മളെ സംബന്ധിച്ച് ഇത് നടക്കുമെന്നറിയും, ഇത് അങ്ങനെ തന്നെയാണ് ഭഗവാൻ ചെയ്യണമെന്ന് അറിയാം. നമ്മൾ ആ രീതിയിൽ. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് ഒരു എന്നുള്ളൊരു സാധനം കയറി വരും. ഓരോന്നും നടക്കണു. അപ്പോൾ നമ്മളും വെറുതെ ഉള്ള ആൾക്കാരില്ല, നമ്മുടെ ജന്മവും വെറുതെ അല്ലാതെ അവർക്ക് ഒരു തോന്നൽ അവർക്ക് വരും. വരും. അത് അവർക്ക് അടുത്ത ഡ്യൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജം ചെയ്യും. നമ്മളൊക്കെ വെറുതെ ഒരു മെഡല് കിട്ടിയ പോലെ എല്ലാവർക്കും ഒപ്പം നിന്ന് വർക്ക് ചെയ്യണവർക്ക്. അപ്പോൾ അവരെന്താ ചെയ്യുക? ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിച്ചെന്ന് കേട്ടാന്ന് പറഞ്ഞാൽ അടുത്ത ലെവലിൽ കുറച്ചും കൂടി ഊർജ്ജത്തിൽ വരും. പിന്നെ രണ്ടാമതുള്ളത്, അകലിൽ നിന്ന് നമ്മളെ വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളൊരു സ്നേഹമുണ്ട്, എന്നാലും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല. അകലെ കുഴപ്പമില്ല. അവർക്കൊന്നും കൂടി സന്തോഷം. നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, നീ വരട്ടെ, നീ നല്ലതായിട്ട്. അപ്പോൾ കുറച്ചും കൂടി അവർ അകലിൽ നിന്ന് കുറച്ചും കൂടി അടുത്തേക്ക് വരും. ഫുള്ള് വരില്ല, അത് അടുത്ത്. വേറൊരു ടീം നമ്മൾ വിമർശിക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇങ്ങനെ ഒരു വേറൊരു ചിന്താഗതി, ശരിയാവുണ്ടല്ലോ, അടുത്തേക്ക് തെറ്റിയിരിക്കും, നോക്കാമോ, ഇത് പോട്ടെ. പക്ഷെ അവിടുത്തെ അംഗസംഖ്യ കുറഞ്ഞു വരും. അവിടുന്ന് ഇങ്ങനെ മെല്ലെ ഇതിലേക്ക് ഇതെന്തോ ഉണ്ട് കേട്ടാ, സംതിങ് വെറുതെ അല്ല, അത് പതിനാണ്ടോ തന്നെയാണ് തീരുമാനിക്കുക. കാരണം നമ്മുടെ പ്രവർത്തനം മാത്രമല്ല നടക്കണ, നമ്മുടെ റിസൾട്ട് കിട്ടുന്ന കൂട്ടത്തിൽ മൊത്തം ഒരു വേവ് വരുന്നുണ്ട്. അതുണ്ട്. ഞാനത് എനിക്ക് തോന്നുന്നത് ഇടപെടുന്നതല്ല അങ്ങയുടെ, കാരണം ഇത് എക്സൈറ്റ്മെൻറ്റോട് പറഞ്ഞു പോകണം. കാരണം
ഇപ്പോൾ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഈ മുരുക കാലഘട്ടമൊക്കെ സംസാരിച്ചുകൊണ്ട് അല്ലേ? അത് അതും നമ്മുടെ ലാംഗ്വേജിലല്ല, പുറത്തെ ലാംഗ്വേജിലാണ് വരുന്നത്. അപ്പം ആക്ച്വലി ആൾക്കാർക്ക് അത് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നാണ്. അതെ ഒരു വേവ് വരുന്നുണ്ട്. അപ്പം മുരുക സമ്മേളനം ഞാൻ എൻ്റെ പുസ്തകത്തിൽ ആദ്യമായിട്ട് എഴുതി വേൾഡ് മുരുക കോൺഫറൻസ് എല്ലമാർക്ക് നടത്താൻ പോകണമെന്ന്. അതിനുശേഷം തമിഴ്നാട്ടിൽ ഗവൺമെൻറ് നടത്തി ഹിന്ദു ആയിക്കോ അവർ ഓപ്പോസിഷൻ ഹിന്ദു ആയിക്കോ നടത്തി. ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് നടത്താൻ പോവാണ് ഒരു ടീം മുരുക അന്താരാഷ്ട്ര മുരുക ഇതൊക്കെ എങ്ങനെ വരണം? എല്ലാവർക്കും ചിന്ത ഒരു ഒരു വേവ്സ് മുരുക വേവ്സിൻ്റെ ഒരു കണക്ഷൻ പലവർക്കും കിട്ടി പാസ് ചെയ്യുന്നുണ്ടല്ലേ? പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു പലരും ഈ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇടുന്നു. അതൊരു അതൊരു ഒരു തരംഗമാണ്. ആ തരംഗം ഈ മുരുക ജീവിതത്തിൽ നടക്കേണ്ടതാണ്. ഇവിടെ എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഭഗവാൻക്ക് മുമ്പത്തെ വെച്ച ആശയം ദേശീയതയാണ്. നമ്മുടെ രാജ്യം പലർക്കും ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തോ വസുദൈവ കുടുംബം എല്ലാം നല്ലതിനാണ്. പക്ഷെ തൽക്കാലം നമുക്ക് അതൊക്കെ മറന്നിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. കാരണം വീട്ടിൽ ഉള്ളവനെ വിരുന്നിന് പോയാലും ചോറ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരാളും ബിരുദാനോട് കാണുകയും ചെയ്യും. നാട്ടിൽ ചെയ്യില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചോറ് ഉണ്ടാവണം ആദ്യം, എന്നാലേ വിരുന്നിന് പോകുമ്പോൾ അത് കിട്ടുള്ളൂ. അത് ആദ്യം ഉണ്ടാക്കുക. അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. നമ്മുടെ രാജ്യമാണ് വലുത് എന്നുള്ള ചിന്ത വരുത്തുക. അങ്ങനെ ഒരു ചിന്ത വരുത്താൻ ഭഗവാൻ സഹായിച്ചു. കുറേ പേർക്ക് അങ്ങനെ പറ്റിച്ചിരുന്നതിന് എൻ്റെ ഒരു സന്തോഷം എൻ്റെ പ്രവർത്തികളിലൂടെ. ഒത്തിരി സന്തോഷം അത് കേൾക്കുമ്പോൾ. 2013 അല്ലെങ്കിൽ ആ ഫസ്റ്റ് യാഗം സമയത്ത് അങ്ങ് മുന്നോട്ട് വെച്ചതിൻ്റെ അത്ഭുതകരമായ ഒരു മാറ്റമാണ് പുതിയൊരു ഗവൺമെൻറ് വന്നത്, അല്ലെ? സ്ഥിരമായൊരു ഗവൺമെൻറ് അങ്ങയുടെ മനസ്സിലെപ്പോഴുള്ളത് ഒരു സ്ഥിരമായ ഒരു ഗവൺമെൻറ്, ഒരു ഗുഡ് ലീഡർഷിപ്പ്. അവിടെ നിന്ന് സ്വപ്നത്തിലാണെന്നൊക്കെ ഭഗവാൻ അങ്ങോട് സമ്മതിച്ചിരുന്നത് അങ്ങ് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് വന്ന് നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് ഫ്രീക്വൻസി മാറി, ഇല്ലേ? ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഡീകോഡ് ചെയ്തിട്ടാണ്. അത് എനിക്ക് തോന്നുന്നു എത്ര പേർക്ക് അത് അറിയുമെന്ന് പോലും. അത് കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാൽ അങ്ങേക്ക് സിമ്പിളായിരിക്കും. പക്ഷെ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ ആ ഡീകോഡിങ്ങിൽ ഇപ്പോൾ അങ്ങ് അടുത്തൊരു വർഷം വളരെ ക്രിട്ടിക്കൽ ഇയറാണെന്ന് പറയുന്നത്, അല്ലേ? അതിനുവേണ്ടി നമ്മളെടുത്ത് ഇപ്പോൾ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ആയാലും അങ്ങ് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന മെഡിറ്റേഷൻ ആയാലും, അപ്പോൾ ആ ലൈറ്റ് ബോഡി ആക്ടിവൈസേഷൻ എന്ന് മാറിയിട്ട് ഇപ്പോൾ പുതിയ ഡീകോഡ് ചെയ്തിട്ടുള്ള ആ ഒരു മെത്തേഡിനെ കുറിച്ചും അങ്ങ് നടത്താൻ പോകുന്ന ഗുരുവായൂർ നടത്താൻ പോകുന്ന ആ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരാൻ പറ്റും? ശരിക്കും 2013 നമ്മൾ ഈ യാഗം നടത്തിയിട്ടില്ല. ഇല്ല. 2013 ഞാൻ വെളിയിൽ വന്നിട്ടില്ല. അന്നാണ് അതിൻ്റെ തോട്ട് പ്രോസസ് മുരുകയുഗം മുരുകയുഗം എന്ന് ഞാൻ ആദ്യമായിട്ട് ഭഗവത് സാഹിത്യം പറയുന്നത് 2013 കറക്റ്റ് ആണ്. ഞാൻ യാഗം എന്നുള്ള ഉദ്ദേശിച്ചത് മുരുകയുഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് അത്രയും ആൾക്കാർ ആ മുരുകയുഗത്തിനെ കുറിച്ച് സംസാരിക്കണം അറിയാം. അന്ന് ആരും പറയില്ല, ഞാനാണ് ആദ്യമായിട്ട് പറയണം. പിന്നെയാണ് ആ വേവ്സ് തുടങ്ങി 2020 എർത്തിലാവണം. പിന്നെ നമ്മൾ അന്ന് 2013 വരെ സ്വപ്നത്തിലായിരുന്നു. അതിനുശേഷം ജ്യോതിരൂപത്തിലായിരുന്നു. ഇപ്പോൾ ഡീകോഡിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പ്രോസസ്സല്ല. അത് നമ്മൾ ഇത്രയും കൊല്ലത്തെ 20 കൊല്ലത്തെ എക്സ്പീരിയൻസിലോട് ഭഗവാൻ അവിടെ ആ സ്റ്റേജിലേക്ക് എത്തിച്ചതാണ്. നമ്മളൊരു സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോയി മെഡിറ്റേറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും? ആ ഒരു പ്രഷർ ഭയങ്കരമാവും, മർദ്ദം നമ്മുടെ ശരീരത്തിൽ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ അത് അവിടെ ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സുഖം കിട്ടും. നമുക്ക് ഭയങ്കര ഒരു ഭംഗിയായ കാഴ്ചകൾ കാണാൻ പറ്റും. പക്ഷെ അത് അനുഭവിക്കുന്ന ഒരു പ്രഷർ ഭയങ്കരമായിരിക്കും, മർദ്ദം അത് ഹോൾഡ് ചെയ്തിരിക്കണം. അങ്ങനെ ഇന്നിട്ട് വേണം നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഏതൊരു കാര്യമായാലും. അത്രയും ശ്രദ്ധയോടുകൂടി ഭയങ്കര ആ ഒരു മർദ്ദം പ്രഷറിൽ ഇരുന്നിട്ടാണ് നമ്മൾ ചെയ്യുക. നമ്മുടെ ശരീരമൊക്കെ ആ സമയത്ത് ഭയങ്കര ഒരു ലെവലായി തുടങ്ങും. പക്ഷെ അങ്ങനെ ഡീകോഡ് ഇത് കിട്ടണത് നമ്മൾ ഈ സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് കയറി വരുമ്പോൾ കിട്ടണ മുത്തും പൗഴും പോലെ വിലപ്പെട്ടതായിരിക്കും. അങ്ങനെ കിട്ടണ കാര്യങ്ങളെ കൊണ്ടാണ് ഭഗവാൻ സാധിച്ചത് നമ്മൾ ഓരോ ഡ്യൂട്ടികൾ ചെയ്യുന്നത്. ഈ ഒക്ടോബർ നമ്മൾ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവരുടെയും ചെയ്യണതാണ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ എവിടെ ചെയ്താലും അത്രയും ജനങ്ങളായിരിക്കും വീണ്ടും വീണ്ടും വന്നിട്ട് ആ കിട്ടണ ഒരു 15-20 മിനിറ്റ് കിട്ടണം. ഭയങ്കരമായിട്ടൊരു സെൻസ് ഓഫ് ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, ഒരു ചേഞ്ച്, ഒരു ഉള്ളിലൊരു ചേഞ്ച് വരുന്നുണ്ട്. മുരുകാനി വല്ലലാർ സിദ്ധരുടെ അനുഗ്രഹത്തിലാണ് അത് നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ഇത് വരാനുണ്ട്. അത് പക്ഷേ ഇതൊന്നും നമ്മുടെ ഡ്യൂട്ടികളല്ല. നമ്മുടെ ഡ്യൂട്ടികളൊക്കെ ശാസ്ത്രത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന യാഗങ്ങളും അത്തരം കാര്യം. പക്ഷേ ഇത് നമ്മുടെ ആൾക്കാർക്ക് അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാവുന്ന, സ്പിരിച്വലായിട്ട് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാവുന്നതാണ് ഈ മെഡിറ്റേഷൻ. അത് വല്ലലാർ സിദ്ധരുടെ അനുഗ്രഹത്തിലും മുരുകാൻ്റെ അനുഗ്രഹത്തിലും. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒക്ടോബർ 12 നമ്മുടെ ഗുരുവായൂർ പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഗുരുവായൂർ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം 2-3 കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ നമ്മൾ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടത്തിയിട്ടായിരുന്നു. ജ്ഞാനപ്പഴം, പേര് ജ്ഞാനപ്പഴം നട്ട.
അത് പേര് കേട്ടാലേ അറിയാം. കാരണം മുരുകഭഗവാൻ പഴനിയിലേക്ക് വരുമ്പോൾ പഴം കിട്ടാണ്ട് പാർവതിദേവി പറയാണ്, നീ തന്നെ ഒരു ജ്ഞാനപ്പഴം, നിനക്ക് വേറെ എന്തിനൊരു പഴം. ആ അറിവിൻ്റെ അപ്പുറമുള്ള ആള്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി ഒരു എഴുത്തിനെഴുത്ത് ചടങ്ങുണ്ട്. കാരണം അതിന് കാരണം എന്താ വെച്ചാൽ ചെറിയ കുട്ടികൾ മാത്രമല്ല, പഠിക്കുന്ന ഒരു കുട്ടി, യുവാക്കൾ വരെയുള്ളവർക്ക് നമ്മളത് ചെയ്തു. കാരണം നമ്മൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ, സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന കുറേ എന്താ വെച്ചാൽ, ഒന്നാണ് കുടുംബമാണ്. എല്ലാവരും തിരക്കുകളാണ്, ആരും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും തിരക്കുകളിലൂടെ പോകണു. അപ്പോൾ എല്ലാവരും ജോലിക്ക് പോയാൽ ഫാമിലിക്ക് അപ്പോൾ കുട്ടികളുടെ ശ്രദ്ധ കുറച്ച് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. നമ്മുടെ ചെറുപ്പത്തിൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ കളിച്ച് വളർന്ന ചുറ്റുപാട് കുറച്ചുകൂടി നല്ലതായിരുന്നു. നമ്മളങ്ങനെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അധ്യാപകർ നമുക്ക് നല്ല അടി കിട്ടും. ശരിക്കും ചൂരിലോണ്ട് അടി കിട്ടും. വീട്ടിൽ വന്ന് പറഞ്ഞാൽ അവരെന്താ പറയുക, 2.5 കിട്ടിക്കോട്ടെ, കുഴപ്പം. ഭാഷനെ വഴിയിൽ വെച്ച് കാടാച്ചാൽ പറയും 2.5 കൊടുത്തോളാം. പക്ഷെ ഇന്ന് അധ്യാപകർക്ക് കുട്ടികളെ അടിക്കാൻ പറ്റില്ല, തീരെ പറ്റില്ല. എന്താ പറയുക, അപ്പം അധ്യാപകരുടെ ശിക്ഷണം ഇല്ലാണ്ടാവുമ്പോൾ അധ്യാപകരുടെ ആ ശ്രദ്ധ കുറയും. അവരും ജോലി ചെയ്യാന്നുള്ള ലെവലിലേക്ക് മാറും. പക്ഷെ അപ്പോൾ ഇവർക്ക് വേറെ അറിവ് കൊടുക്കാൻ വേണ്ടി സ്കൂളിൽ പുറത്ത് ആൾക്കാരുണ്ട്. അവിടെ ലഹരികളുണ്ട്, പുതിയ പുതിയ അറിവുകൾ കൊടുക്കും, തെറ്റായ വഴിയിലേക്ക് രാഷ്ട്രത്തിനെതിരെ ആക്കും. ഒരു തെറ്റായ വഴികളിലേക്ക് കൊത്തി കൊണ്ടുപോകാൻ വേണ്ടി കാക്കയും കഴുകനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ പുതിയ ആൾക്കാർക്ക് മുരുകാൻ്റെ ഒരു എനർജി, യുവാക്കൾക്ക് മുരുകാൻ എനർജി എടുത്ത് ആ എനർജി കിട്ടിയിട്ട് അവർ ഈ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാതെ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുക, സമൂഹത്തിന് വേണ്ടി ജീവിക്കുക, നല്ല ഭഗവാന് വേണ്ടി ജീവിക്കുക, നല്ലൊരു കാര്യങ്ങളിലൂടെ ജീവിതം പോകാൻ വേണ്ടി അവർക്കൊരു എനർജി പാസിങ്ങാണ് നമ്മൾ ചെയ്തത്. അതൊരു വലിയൊരു ഫോമായിട്ടാണ് നമ്മളിപ്പോൾ ഒക്ടോബർ 12 ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ലഹരിക്കെതിരെയുള്ളൊരു എനർജി പാസിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ഉണ്ട്, മുരുക പൂജയുണ്ട്. ഇത് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് സർപ്രൈസായിട്ട് അടുത്ത് കണക്ട് ടു സ്കന്ദലോക. അതിലേക്ക് വരണ മുമ്പ് പറയാ വെച്ചാൽ നമ്മൾ ഇത് ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ പരിപാടി പറഞ്ഞു കഴിഞ്ഞ് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ എല്ലാമാർക്ക് ടാക്സിലിട്ടു. അത് കഴിഞ്ഞിട്ട് എല്ലാമാർക്ക് ഒരു ഗ്രൂപ്പിൽ മാത്രം രജിസ്ട്രേഷൻ ഫോം ഇട്ടു. അപ്പോൾ നമ്മൾ ഗുരുവായൂർ രാജവത്സവം ഓഡിറ്റോറിയം നടക്കുന്നത് ഒക്ടോബർ 12 ഞായറാഴ്ച ഷഷ്ടി ദിവസമാണ്. അപ്പോൾ 1000 പേർക്കാണ് അവിടെ ഇരിക്കാൻ പറ്റുക. അപ്പോൾ നമ്മളൊരു 6 മണി സ്ലോട്ട് ഇട്ടു, 9 മണി സ്ലോട്ട് ഇട്ടു. ഒരു 1.5 മണിക്കൂർ കൊണ്ട് 2 സ്ലോട്ടും കഴിഞ്ഞു. 3ാമത്തെ സ്ലോട്ട് 12 മണി ഇട്ടു, അതും 1 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു. 4ാമത്തെ സ്ലോട്ട് 2 മണി ഇട്ടു, അതും കഴിഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് 4500 പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അടുത്ത ആഴ്ച പുലർച്ചെ 4 മണിക്ക് ഒരു സ്ലോട്ട് കൂടി വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോഴത്തെ 5000-5500 പേര് ഒരു ദിവസം മേലെ നീ അവിടെ ചെയ്യാൻ പറ്റില്ല. അത് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അങ്ങ് വളരെ ക്ലിയർ ആയിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എവിടെയും പരസ്യം ചെയ്തിട്ടില്ല. എല്ലാമാർക്കും വെബ്സൈറ്റിൽ പോലും നമ്മൾ ഇതിട്ടിട്ടില്ല, എല്ലാമാർക്കും ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല, എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല. വെറുതെ ഗ്രൂപ്പിൽ മാത്രം ഇട്ടപ്പോൾ തന്നെ ഞാൻ അങ്ങ് വിളിക്കുമ്പോഴാണ് അത് ഞാൻ അറിയുന്നത് ഈ കാര്യം. പിന്നെ വീഡിയോ നോക്കുമ്പോഴാണ് പിന്നീട് കണ്ടത്. 5000-ന് മേലെ ആൾക്കാർ വരും. അപ്പോൾ ഒരു സ്വീകാര്യത, എല്ലാമാരുടെ സ്വീകാര്യത ഭയങ്കരമായിട്ട് സമൂഹത്തിൽ ഭാഗസാഹിച്ച് കിട്ടുകയും അത് നമ്മുടെ കണക്റ്റിംഗ് ടു സ്കന്ദലോക എന്ന് പറഞ്ഞ പുതിയൊരു മെഡിറ്റേഷൻ അവിടെ ചെയ്യാം. അത് ഭഗവാനായിട്ട് ഈ അടുത്ത് ഈ പറഞ്ഞ പ്രോസസ്സിങ്ങിലൂടെ കോടി ഇത് കിട്ടിയതാണ്. അത് വെച്ചാൽ നമ്മൾ സ്കന്ദലോക എന്ന് പറഞ്ഞാൽ മുരുകൻ്റെ ലോകം, അത് കുമാരികാണ്ഡം, അതൊരു വേറൊരു ഡൈമെൻഷനിൽ നിൽക്കണ ഇതാണ്. അപ്പം നമ്മുടെ ആൾക്കാർക്ക് ആ ലോകമായിട്ട് കണക്റ്റ് ചെയ്യാവുന്ന ഒരു മെഡിറ്റേഷൻ പ്രോസസ്സാണ്. ആ മെഡിറ്റേഷൻ ആദ്യമായിട്ടാണ് അന്ന് ചെയ്യാൻ പോണത് ഭഗവാന്റെ അനുഗ്രഹത്തിൽ. ആ മെഡിറ്റേഷൻ പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെയാണ് ഡീൽ വിത്ത് ദേവസേനാപതി എന്നുള്ളൊരു വാക്കിന് മുമ്പോട്ടുണ്ട്. നമ്മളൊരു പ്രതിജ്ഞ ചെയ്യണം. അത് എൻ്റെ മുമ്പിൽ വേണ്ട. കുറേ ആൾക്കാർ വിചാരിക്കും ഞാൻ എൻ്റെ മുമ്പിൽ മറ്റേ എഗ്രിമെൻ്റ് എഴുതി കൊടുക്കുക, അതൊന്നും വേണ്ട. അവിടെ ഇരുന്ന് മനസ്സിൽ പ്രതിജ്ഞ ചെയ്യണം മുരുകനോട്. ഈ മുരുക ഡ്യൂട്ടിയിൽ ഭഗവാൻ ഡിസൈൻ ചെയ്ത ഈ മുരുക ഡ്യൂട്ടിയിൽ അവരുടെ ജീവിതകാലം മുഴുവൻ അവരും പങ്കാളികളായി ഈ ഡ്യൂട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. അവർക്ക് പറ്റാവുന്ന രീതിയിൽ, ഏത് രീതിയിലൊന്നും ഇല്ല, ഓരോ മനുഷ്യനും പല രീതിയിലാവും അതിൽ പ്രവർത്തിക്കാൻ പറ്റും. അവർക്ക് ഏതാ പറ്റുന്ന രീതിയിൽ ആത്മാർത്ഥത, നേരത്തെ പറഞ്ഞ 2 സാധനം വേണം, ആത്മാർത്ഥത വേണം, കഠിനാധ്വാനം വേണം.
അപ്പോൾ ഇപ്പോൾ ചോദിക്കും ജീവിതകാലം മുഴുവൻ ജോലിക്ക് പോകാണ്ട് ഡ്യൂട്ടി, അതൊന്നും ഞാൻ തന്നെ ജോലിക്ക് പോകുന്ന ആളാണ്, ഫാമിലി ഉള്ള ആളാണ്. ഭഗവാൻ ഒരു ഡ്യൂട്ടി പറയുമ്പോൾ മാത്രമാണ് ഡ്യൂട്ടി. എല്ലാവർക്കും പ്രത്യേകത അങ്ങനെയാണ്. നമ്മൾ കണ്ടിന്യൂസ് വേറെ പ്രോഗ്രാം വയ്ക്കുക അങ്ങനെ ഒരു പരിപാടിയില്ല. ഇല്ല ഒരു ഡ്യൂട്ടി കഴിയുമ്പോൾ എല്ലാവരോടും പറയാൻ പറയും, ആ ഡ്യൂട്ടി ചെയ്യും, അവരവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും, തിരിച്ചു പോകും. അടുത്ത ഡ്യൂട്ടിക്ക് വീണ്ടും വരും. അപ്പോൾ ഈ ഡ്യൂട്ടി വരുന്ന സമയത്ത് ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി. കുറേ ആൾക്കാർ വിചാരിക്കും നമ്മൾ വേറെ 10 ആൾക്കാരോട് പറയും, അവരൊരു 10 MLM മാർക്കറ്റിൻ്റെ അതൊന്നും വേണ്ട, നിങ്ങൾ ആരോടും പറയണ്ട. നമ്മൾ ആരോട് പറയേണ്ട ആവശ്യമില്ല, ഒരിക്കലും അങ്ങ് പറഞ്ഞിട്ടും ഇതുവരെ പറഞ്ഞിട്ടില്ല, ആരോടും പറയും വേണ്ട. പക്ഷെ പ്രതിജ്ഞ ഉള്ളിലെടുക്കണം, അവരവർക്ക് പറ്റാവുന്ന രീതിയിൽ. കാരണം ഇതൊരു കല്ലെടുത്ത് വെക്കുകയാണ്. ചരിത്രം, പുതിയൊരു ചരിത്രം നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ സാധനം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ കല്ലെടുത്ത് വെക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെ ഡ്യൂട്ടി. അത് ഏറ്റവും സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യാമെന്ന് ഭഗവാന്റെ മുമ്പിൽ മനസ്സുകൊണ്ട്, എൻ്റെ മുമ്പിലല്ല, സ്വയം മനസ്സിൽ പ്രതിജ്ഞ ചെയ്തിട്ട് അതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു ചോദ്യം വരും, ഇത് പ്രതിജ്ഞ ചെയ്തു ഞങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാവാൻ പോകണം എന്ന് കുറച്ച് പേരെങ്കിലും ചോദിക്കുക. കാരണം എല്ലാവരും നല്ല ആൾക്കാരൊന്നുമില്ല, കുറുത്ത് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോഴും ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ, ഞാൻ ഓരോരുത്തർ പിന്നാലെ പോയിട്ട് ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊന്നും അന്വേഷിക്കാനൊന്നും പോകണില്ല. അവിടെയാണ് ഡീൽ വിത്ത് ദേവസേനാപതിയായിട്ടാണ്. ഓഫർ ലെറ്റർ അവിടുന്ന് അപ്പം നിങ്ങൾ ഡീൽ ചെയ്യണത് ദേവസേനാപതിയായിട്ടാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണോ ചെയ്തില്ല എന്ന് അദ്ദേഹം കാണുന്നുണ്ടാവും. ഇനി ചില ആൾക്കാർക്ക് ഒന്നും ചെയ്യാണ്ടിരുന്ന എന്താ ഉണ്ടാവുക എന്നൊരു എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അത് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെങ്കിൽ നോക്കാം. പക്ഷെ ഞാൻ അതിൻ്റെ പിന്നാലെ ഒന്നും നടക്കാൻ പോകില്ല. പക്ഷെ അങ്ങനെ ചെയ്താലാണ് ഈ മെഡിറ്റേഷന് പ്രയോജനമുള്ളൂ. അല്ല, പ്രയോജനം മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഞാൻ ഒരു വീഡിയോയിൽ അങ്ങ് പറഞ്ഞതല്ലേ കറക്റ്റാണ്. ലൈബ്രറിയിൽ ഉണ്ടാകുമ്പോൾ ലൈബ്രറിക്കാരൻ നമ്മളൊരു ഒരു കാർഡ് തരുന്നത്, ഈ ലൈബ്രറിയിൽ പ്രവേശനത്തിൽ നിങ്ങൾ ചെയ്യേണ്ട മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യണം, പുസ്തകം എടുത്താൽ കറക്റ്റ് വയ്ക്കണം, സംസാരിക്കാൻ പാടില്ല. ഈ നിബന്ധനകൾ ഉണ്ടായാൽ ലൈബ്രറിയിലേക്ക് എൻ്റർ ആകാൻ പറ്റുള്ളൂ. അതൊരു ലൈബ്രറിയിൽ കിടക്കുമ്പോൾ ഇത്രയും നിബന്ധനകൾ പറയണമെങ്കിൽ സ്കന്ധലോകത്തിൽ കിടക്കുമ്പോൾ അതിൻ്റെ നിബന്ധനകളും ഒക്കെ ഉണ്ടാവും. അത് പാലിച്ചിട്ട് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ ജീവിത രീതി മാറ്റണം, നിങ്ങൾ ഫുൾ സ്പിരിറ്റ് ഒന്നുമില്ല, അത് ഇവിടെ ഇല്ല, വിഷയമില്ല, റെസ്ട്രിക്ഷൻസ് ഇല്ല. ഡെഡിക്കേഷനോ. അപ്പോൾ പിന്നെ ഈ മെഡിറ്റേഷൻ മറ്റേ മെഡിറ്റേഷന് പോലെ, ലൈറ്റ് ബോഡി മെഡിറ്റേഷന് പോലെ സുഖകരമാവണമെന്നില്ല. അതൊരു അത് ഈ മെഡിറ്റേഷന് നേരത്തെ പറഞ്ഞ പോലെ ഒരു കടലിലടിയിലേക്ക് പോകണ മർദ്ദങ്ങൾ അനുഭവപ്പെടാം. അല്ലെങ്കിൽ സ്പേസിലേക്ക് പോകുമ്പോൾ ഒരു ബഹിരാകാശത്തിൽ ഇരിക്കുന്ന ഒരു ബഹിരാകാശ സഞ്ചാരി അസ്ട്രോനോട്ട് ഒരു വല്ലാത്തൊരു പ്രഷറും അവർ ഇരിക്കുന്ന സീറ്റിനോടുകൂടി ചേരും, അമർത്തി ചേരും ആ ഗുരുത്വാകർഷണത്തോട്. പക്ഷെ അത് കഴിഞ്ഞാൽ ഫുൾ ഫ്രീഡായിട്ട് ആ ബഹിരാകാശം മുഴുവൻ കാണാൻ പറ്റും. അതേപോലെ കടലിനടിയിൽ നിന്ന് വരുമ്പോൾ മുത്തും പഴവും എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു മർദ്ദത്തോട് കൂടിയിട്ടാണ് ഇതിൽ പങ്കെടുക്കുക. പക്ഷെ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ട്രസ്റ്റ് ചെയ്യാന്നുള്ളത്, അതാ നിങ്ങൾക്ക് അനുഭവം കിട്ടാൻ പറ്റും. അത് തുടർച്ചയായിട്ട് നമ്മളെല്ലാ മാസവും ഇനി ഓൺലൈനിൽ ചെയ്യണം. അതിൻ്റെ കണ്ടിന്യൂറ്റി എല്ലാ മാസവും ഒരു ഞായറാഴ്ച 10 തൊട്ട് 10:15 വരെയുള്ള സമയത്ത് ഓൺലൈനിൽ ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതിങ്ങനെ തുടർച്ചയായി ചെയ്താലാണ് അവരുടെ ജീവിതത്തിൽ ഈ എക്സ്പീരിയൻസുകൾ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഓരോ വട്ടം ചെയ്യുമ്പോൾ മനസ്സിൽ പ്രതിജ്ഞ എടുക്കുക, പങ്കെടുക്കുക, എക്സ്പീരിയൻസ് അനുഭവിക്കുക. അങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യും. അതിൽ ഫസ്റ്റ് ലൈവ് പ്രോഗ്രാമാണ് നമ്മൾ ഒക്ടോബർ 12 5 സ്ലോട്ടായിട്ട് ഇതിൽ ചെയ്യുന്നത്. അതും അവിടെ ലൈവ് പ്രോഗ്രാം ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. കാരണം കുറേ ആൾക്കാർ പുറത്ത് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ പറ്റിക്കൊള്ളുന്നില്ല. ഒരു ലൈവായിട്ട് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ പുലർച്ചെ 4 മണിക്കാണെങ്കിൽ 4 മണിക്ക് പരിപാടി ഉണ്ടാവും. 6 മണിയുടെ പരിപാടിയിലാണ് നമ്മൾ കുട്ടികൾക്ക് എഴുത്തിന്, അവിടെയും മെഡിറ്റേഷനൊക്കെ ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. പക്ഷെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മളിതിൽ ഇരുത്തുന്നില്ല ഈ മെഡിറ്റേഷൻ. ഗർഭിണിയായ സ്ത്രീകളെ ഇരുത്തുന്നില്ല ഈ മെഡിറ്റേഷൻ മാത്രം, ബാക്കി എല്ലാവർക്കും. പിന്നെ 9 മണിക്ക് നമ്മളൊരു സാംസ്കാരിക സദസ്സുണ്ട്. അതിൽ നമുക്ക് നല്ലൊരു അതിഥികൾ വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ ലഹരിക്കെതിരെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അജിത് കുമാർ സാറാണ്, ADGP. അദ്ദേഹം എക്സൈസ് കമ്മീഷണറാണ്. അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മേജർ രവി സാർ വരാറുണ്ട്. ഇവിടെ നമ്മളൊരു 10, 15, 20 പട്ടാളക്കാരെ ആദരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ എല്ലാമാർക്കും മെയിൻ ദേശീയതയാണ്. റിട്ടയർ ചെയ്തതും ഇപ്പോൾ സർവീസുള്ളതായിട്ടുള്ള ഒരു 20 ആൾക്കാരെ ആദരിക്കണം. അപ്പോൾ മേജർ രവി സാറ് അത് വരും. പിന്നെ നമ്മളെ ദേവേട്ടൻ അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ അതേപോലെ വടിയാർ സുനിൽ അദ്ദേഹം വരുന്നുണ്ട്.
അങ്ങനെ ഒരു നല്ലൊരു ലക്ഷ്മി പ്രിയ വരുന്നുണ്ട്, അവർ നമ്മുടെ വൈസ് പ്രസിഡൻ്റാണ്. അവരൊക്കെ നമ്മുടെ ഇവരെല്ലാവരും നമ്മുടെ ഒപ്പം യാത്ര സഞ്ചരിക്കുന്ന ചെയ്യുന്ന ആൾക്കാരാണ്. തത്തമയി രാജേഷ് ഏട്ടൻ വരുന്നുണ്ട്. ഇവരൊക്കെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ പ്രധാനപ്പെട്ട രാമാന്തരം വിളിച്ചിരുന്നു വരാനാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ പിന്നെ വിളിച്ചപ്പോൾ ആളിങ്ങനെ പോവുക, ഞാൻ ന്യൂസിലാൻഡ് പോവാൻ ന്യൂസിലാൻഡ് പോവാ. ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നല്ലൊരു സദസ്സുണ്ടാവും. 9 മണിക്കാണ് അത് നടക്കുന്നത്. പിന്നെ 12 മണിക്ക്, 2 മണിക്ക് തുടർച്ചയായിട്ട് നമ്മൾ ഒരു തിയേറ്ററിൽ ഒരു ഷോ കഴിഞ്ഞിട്ട് ഒരു ഷോ നടക്കും. ഒരു എന്താ പറയുക, എക്സ്ട്രാ സ്ക്രീനിങ് ചെയ്യുന്ന പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻ ചെയ്യാറുള്ളത്. പക്ഷേ ആൾക്കാരുടെ റിക്വയർമെന്റ്, ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് ചെയ്യാം, മാക്സിമം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ. അത്രയും ആൾക്കാരെ ആഗ്രഹിച്ച് വരുമ്പോൾ ഭഗവാൻ സഹായിച്ചത് നമ്മൾ റെഡി ചെയ്യാൻ മതിയല്ലോ. അതെ, ഞാൻ എൻ്റെ ടീമിനോട് പറഞ്ഞു, ഞാൻ റെഡിയാ കാലത്തോട്ട് ഇരിക്കാൻ, നിങ്ങൾ റെഡിയാണോ ചോദിച്ചാൽ അവരും റെഡിയാണ്. അപ്പോൾ പിന്നെ കണ്ടിന്യൂസ് അത് നമ്മളെല്ലാ പ്രോഗ്രാമിലും കാണുന്നതാണല്ലോ. ലൈക്ക് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വലിയൊരു ആർമി, അതേപോലെ ഒരു ഹിക്കപ്സും ഇല്ലാതെ നടത്തുന്ന പ്രോഗ്രാംസ്, അല്ലെ ഒരു സംസാരങ്ങളോ ശബ്ദങ്ങളോ ഒന്നുമില്ലാതെ അത് വളരെ കൃത്യമായ ഓർഡറിലും കൃത്യമായ സമയത്തും, അല്ലേ, നമ്മളെല്ലാവരും അതിപ്പം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു സ്ഥലത്തിന് അത് വലുതാക്കി എത്രത്തോളം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാർ പാർക്കിംഗ് മുതൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഒരു വലിയ ഡ്യൂട്ടി ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ അത് പറഞ്ഞു നിർത്തിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വിസിബിലിറ്റി, ഇപ്പോൾ നമ്മളെപ്പോഴും പറയും ഈ വിസിബിലിറ്റി എന്നാണ് എപ്പോഴും ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവുന്നത്, അല്ലേ. അങ്ങ് പറയുന്നത് ഇപ്പോൾ വിസിബിളായിട്ട് ആൾക്കാർക്ക് കാണാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഒരു ക്രെഡിബിൾ ഓർഗനൈസേഷനായി മാറി എന്നുള്ളതാണ്. കാരണം എൻ്റെ പല സുഹൃത്തുക്കളെയും ഞാൻ അവിടെ വെച്ച് ഒരു പളനി പരിപാടിക്കാണ് ഞാൻ കാണുന്നത്. വളരെ യങ് ജനറേഷൻസ് പോലും, ഇപ്പോൾ ജെൻസി എന്ന് പറയുന്ന ജനറേഷൻ പോലും അങ്ങയുടെ ബുക്ക് വായിക്കുകയും അത് ഇപ്പോൾ എത്രാമത്തെ പതിപ്പായത്? 13 പതിപ്പിറങ്ങി. അപ്പോൾ അവർക്ക് പോലും മനസ്സിലാവുന്ന ഭാഷ, അല്ലെ, അങ്ങനെ സംസാരിക്കുന്ന ഭാഷ വളരെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൃദ്യമായ രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും ഉണ്ടാകുന്ന ആ ഒരു ഗ്യാപ്പുണ്ട്, ജനറേഷൻ ഗ്യാപ്പ്, അത് അങ്ങയുടെ കാര്യത്തിൽ ഒരിക്കലും കാണാറില്ല. അതൊരു ഗുരുഭഗവാൻ്റെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങക്ക് എങ്ങനെയാണ് അത് സംവദിക്കാൻ കഴിയുന്നത് ഈ പുതിയ കുട്ടികളെടുത്ത് പോലും? അത് ഭഗവാന്റെ അനുഗ്രഹം മെയിനായിട്ട്. എൻ്റെ മനസ്സ് ഇപ്പോഴും ചെറുപ്പമാണ്. അതാണ് അതിൻ്റെ. ഞാൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളായാലും പുതിയ ട്രെൻഡിനൊപ്പം ഞാൻ വളരെ കണക്റ്റഡ് ആണ്. പുതിയ ട്രെൻഡിനൊപ്പമുള്ള സിനിമകൾ ഞാൻ കാണും, പുതിയ ട്രെൻഡിനൊപ്പമുള്ള വീഡിയോകൾ കാണും. അപ്പോൾ ആ ഒരു പുതിയ ട്രെൻഡിനൊപ്പമുള്ള എല്ലാം അറിയാം. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ മനസ്സുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ, ഒരു സ്പിരിച്വൽ ലീഡർ സംസാരിക്കുന്ന ഭാഷ തമ്മിൽ വ്യത്യാസമുണ്ട്. അവർ കുറച്ചും കൂടി ഗഹനമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ സാധാരണക്കാരൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു അപ്പിയറൻസ് അങ്ങനെ ഉണ്ടാവും, അതൊരു വ്യത്യാസം ഉണ്ടാവും. നമ്മൾ നോർമൽ ഡ്രസ്സിൽ നിൽക്കുമ്പോഴും അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ, ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യാൻ ഞാൻ മാറി ഒരു കസേരയിൽ ഇരിക്കാറില്ല, കൂടെ ഇരുന്നിട്ട് പണിയെടുക്കണ രീതിയാണ്. അപ്പോൾ അത് ഒരു ട്രൗസർ ഇട്ട് വന്ന് ടീഷർട്ട് ഇട്ട് വന്ന് അവരുടെ കൂടെ പണിയെടുക്കുമ്പോൾ അവരിൽ ഒരാളായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. പിന്നെ അപ്പോൾ ആ ഒരു ഫസ്റ്റ് അപ്പിയറൻസ് ഒരു ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ്. അത് നമ്മുടെ ഭാഷയും നമ്മുടെ വസ്ത്രരീതിയും അവരോട് പെരുമാറുന്ന രീതിയും ഭയങ്കര. അപ്പോൾ അതിലൊന്നും അവർ കുറച്ചുകൂടി ഇഷ്ടമായി കഴിഞ്ഞാൽ അത് കാരണം ഞാൻ മനസ്സുകൊണ്ട് ചെറുപ്പമായിട്ട് ഇതിലൂടെ സഞ്ചരിക്കണമുണ്ടാ. പിന്നെ രണ്ടാമത് അപ്പം പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരോട് പറയുന്ന വിഷയം ദേശീയതയാണ്, ഭാരതത്തിനെ കുറിച്ചാണ്, ഭഗവാന്റെ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ സയൻസായിട്ട് കണക്ട് ചെയ്തിട്ടാണ്, ചരിത്രമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി എവിടെ നടക്കുന്നൊരു സംഭവങ്ങളല്ല, നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണെന്നൊരു ഫീലിങ് അവർക്ക് വരും, പാസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് അവർക്ക്. പിന്നെ എൻ്റെ പുസ്തകം ലളിതമായ ഭാഷയാണ്. കഴിഞ്ഞ ദിവസം ദേവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ബുക്ക് വായിച്ചിട്ട് എന്നോട് പറഞ്ഞത് ആ ഒരു സിനിമാക്കാരുടെ ഉള്ളിൽ കിടക്കണമുണ്ടാവും, ബുക്ക് ഭയങ്കര രസമായിട്ട് ഒരു ഒഴുകി പോകുന്നത്. ആ ഒരു ഒഴുക്ക് അതിന് കിട്ടിയത് കൊണ്ടായിരിക്കാം അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അത് എനിക്ക് സന്തോഷം വെച്ചാൽ അങ്ങനെ കുറേ യുവതലമുറയെ തെറ്റായ വഴിക്കല്ലല്ലോ, രാഷ്ട്രത്തിൻ്റെ വഴിക്ക് നടത്താൻ നമ്മളൊരു കാരണക്കാരനാണെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് വലിയൊരു. അതെ, ഞാനത് പ്രേക്ഷകരോട് പറയാന്ന് വെച്ചാൽ ഇത് ചോദിക്കാനുള്ള കാരണം, അങ്ങ് ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരുപാട് ഇൻ്റർവ്യൂ അങ്ങ് അപ്പിയർഡാണ്, അങ്ങ് ആരോടത്തും നോ പറയാറില്ല, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും കാണിക്കാറില്ല. ആസ് എ ഡ്യൂട്ടി നിങ്ങൾ പോയിട്ടത് പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഞാനിത് ചോദിക്കാൻ കാരണം, ഞാൻ പല ഇവൻറ്റിലും വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. കാരണം അങ്ങനെ അതുപോലെ മാറി നിന്ന്
നോക്കുന്നൊരു ഒബ്സർവർ എന്നുള്ള റോൾ എനിക്കുള്ളത് കൊണ്ട് എപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഇപ്പം ആദ്യം കണ്ട് മാറി നിന്നിരുന്ന കുട്ടികൾ ഇപ്പോൾ ഈയിടെ നടന്ന പ്രോഗ്രാമിൽ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇത് മാറി നിന്ന് അച്ഛനൊപ്പോ അമ്മയുടെ ഒപ്പോ അല്ലെങ്കിൽ കൂട്ടുകാരൊപ്പം മാറി നിന്ന് നോക്കി നിന്നിരുന്ന കുട്ടികൾ അവിടെ വന്ന് ആ മെഡിറ്റേഷനിൽ പങ്കെടുക്കുകയും അവിടെ ഇരുന്ന് അത് ചെയ്യുകയും ചെയ്ത് കണ്ടപ്പോഴാണ് ഞാൻ ഈ ജെൻസി കണക്ഷൻ പറയാൻ കാരണം. അപ്പോൾ അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. ഇനി നമ്മൾ ദേശീയതയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചുറ്റും ഇപ്പോൾ ഇന്ത്യയുടെ ചുറ്റുമുള്ള ഓരോ രാജ്യത്തും വളരെ വളരെ വ്യക്തമായിട്ടുള്ളൊരു അരക്ഷിതാവസ്ഥ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇപ്പം റീസെൻറ്റ് നേപ്പാൾ അടക്കമുള്ള സ്ഥലത്ത് നമ്മൾ കാണുന്നതാണ്. അവിടെയൊക്കെ തന്നെ ഈ പുതിയ തലമുറയാണ് കുറേ പ്രശ്നങ്ങളിലേക്ക് വരുന്നതും അവിടുത്തെ ഭരണസ്ഥിരത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും അങ്ങ് എപ്പോഴും പറയുന്നത് ഈ ഒരു വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 1500 വർഷം അങ്ങ് പറഞ്ഞ 1500 വർഷത്തിൽ 12 വർഷത്തോളം കഴിഞ്ഞാൽ 1488 വർഷങ്ങൾ നമ്മളതിലുണ്ട് ഇനി. അപ്പോൾ അതിൽ വളരെ ഇന്ത്യ ഗോയിങ് ടു ബി നെക്സ്റ്റ് ഒരു സൂപ്പർ പവർ ആവാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു മഹാഗുരുവായിട്ട് ഇന്ത്യ മാറാൻ പോകുന്നു നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ വരുന്ന വർഷത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവാനുള്ള, ഞാൻ നെഗറ്റീവായിട്ട് ചോദിക്കുന്നില്ല, പ്രശ്നങ്ങൾ ആദ്യം അങ്ങ് എപ്പോഴും പറയാനുണ്ട് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും, വളരെ സൂക്ഷിച്ച് നിൽക്കേണ്ട സമയമാണെന്ന്. അതെന്തുകൊണ്ട് അങ്ങ് പറയാൻ കാരണം? ഇത് നമ്മുടെ ഓരോ യാഗങ്ങൾ കഴിഞ്ഞ് വന്ന് നമ്മൾ ഓരോ യാഗത്തിന് ഒരു കാരണം ഇതുണ്ടായിരുന്നു, അതിൻ്റെ റിസൾട്ട് മാസാഴ്ച കിട്ടണു. അത് കഴിഞ്ഞ് അഗ്നിയാഗത്തിലേക്ക് കടന്നു. അപ്പം അഗ്നിയാഗം നമ്മളെല്ലാ പ്രാവശ്യവും ഓരോ യാഗങ്ങൾ നടത്തും. ആ യാഗം മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനൊരു സബ് ഉണ്ടാവാറില്ല. ഇല്ല. പക്ഷെ അഗ്നിയാഗത്തിലേക്ക് കടന്നപ്പോൾ ഭഗവാൻ ആദ്യമായിട്ട് അതിന് മുമ്പ് 2 അഗ്നിഹോമം നടത്തി. ഹോമം നടത്തി. അതെ. അത് ഡിസംബറിലാണ്, കഴിഞ്ഞ ഡിസംബറിലാണ് നടത്തിയത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അഗ്നിയാഗത്തിനുള്ളിൽ ഉള്ളിൽ നമ്മുടെ ഭാരതത്തിനെതിരെ നിറയെ കാര്യങ്ങൾ, എതിരായിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കും. നമ്മുടെ സൗഹൃദ രാജ്യങ്ങൾ ശത്രുക്കളായിട്ട് മാറും. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുവഴി ഭാരതത്തിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കും. നമ്മുടെ വിദേശ ഫണ്ട് അതും നിക്ഷേപങ്ങൾ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ നോക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ ഭഗവാന്റെ ഡയറക്ഷനിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് അടുത്ത അഗ്നിഹോമം നടക്കുന്നത് മെയ് 1 അത് നമ്മൾ മാർച്ചിലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. മാർച്ചിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഞാൻ അന്ന് പറയണത് ഇന്ത്യ ചൈന ബോർഡറിൽ അരുണാചൽ പ്രദേശിൽ തവാങ്ങിൽ ഇരുന്നിട്ട് എൻ്റെ പിറന്നാളിന് അവിടെയായിരുന്നു. ഈ അടുത്ത കാലത്തൊക്കെ ഭഗവാൻ എന്നെ ഇന്ത്യ ചൈന ബോർഡറിലേക്ക് ധാരാളം വിട്ടിട്ടുണ്ട്, കാരണം അത് ആ എനർജി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തവാങ്ങിൽ ഇരുന്നിട്ടാണ് ഞാൻ മെയ് 1. അപ്പോൾ അതിന് ഭഗവാൻ പറഞ്ഞ ഡയറക്ഷൻ, ഈ യാഗം നടത്തുമ്പോൾ 3 പേർക്ക് വേണ്ടി നടത്തണം. ഒന്ന് മുരുകസേനയ്ക്ക്, അത് വീരബാഹുവാണ് കമാൻഡർ, അദ്ദേഹം നവവീരനടക്കണം മുരുകസേനയ്ക്ക് വേണ്ടി ചെയ്യണം. 2 ചാണക്യന് വേണ്ടി ചെയ്യണം നേരത്തെ പറഞ്ഞത്. 3 സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി ചെയ്യണം. അപ്പോൾ ഇവര് മനസ്സിൽ ധ്യാനിച്ച് അവർക്ക് പൂജ ചെയ്തിട്ട് വേണം ഈ യാഗം നടത്താൻ എന്ന് പറഞ്ഞിട്ട്. അന്ന് പഹൽഗാം നടന്നിട്ടില്ല. ഇല്ല. മാർച്ചിലാണ് നമ്മളത് ചെയ്യണത്. 3 ദിവസം 4 ദിവസം മുന്നേ, അല്ല, ഒരു തലേ ദിവസം. ഇല്ല, അതിന് മാസം കഴിഞ്ഞിട്ടാണ് പഹൽഗാം നടക്കുന്നത്. അന്ന് നമുക്കറിയില്ല വികസനയ്ക്ക് വേണ്ടിയിട്ടാണ്, സുഭാഷ് ചന്ദ്രബോസിനാണ്, ചാണക്യന് വേണ്ടി. പക്ഷെ അന്ന് ഈ സംഭവം ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ അത് കഴിഞ്ഞ പഹൽഗാം കടന്നിട്ട് കഴിഞ്ഞു. മെയ് 1 നമ്മൾ യാഗം നടക്കണതിൻ്റെ തലേ ദിവസമാണ് നമ്മുടെ പ്രധാനമന്ത്രി പാകിസ്ഥാനെ അടിക്കാൻ വേണ്ടി ഇന്ത്യൻ സേനയ്ക്ക് ഓർഡർ കൊടുക്കുന്നത്. അതിന് പിറ്റേ ദിവസം നമ്മുടെ യാഗം നടക്കുന്നത്. അതേ യാഗം ആർക്ക് വേണ്ടി നടക്കണം? മുരുകസേനയ്ക്ക് വേണ്ടി നടത്തണം. നമ്മളിത് എന്ത് ഡിക്ലെയർ ചെയ്തു? മാർച്ചിൽ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഞാൻ അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാഗത്തിന് മുമ്പ് സംസാരിച്ചപ്പോൾ, ഈ യുദ്ധത്തിൽ മുരുകസേനയുടെ എനർജി നമ്മുടെ ഭാരതത്തിലെ പട്ടാളക്കാർക്കും സേനയ്ക്കും കിട്ടും, അതിൻ്റെ എഫക്റ്റ് ലോകം അറിയും എന്ന് പറഞ്ഞു. 3-4 ദിവസം കൊണ്ട് യുദ്ധം നിന്നു മാത്രമല്ല, ഭാരതത്തിന് ആയുധശക്തിയും തന്ത്രജ്ഞതയും ലോകം മുഴുവൻ കണ്ടു. ചില യുദ്ധങ്ങൾ രാജ്യത്തിന് വലുതാക്കും. നമ്മൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് സ്റ്റാലിൻ റഷ്യയുടെ ലോക നേതാവായിട്ട് വരുന്നത്. അമേരിക്ക ലോക പദവിയിലെത്തിയത് 2ാം ലോക മഹായുദ്ധത്തിന് മുമ്പാണ്. ബ്രിട്ടൻ ഇത്രയധികം കാലം നിന്നത് കുറേ യുദ്ധങ്ങളിലൂടെയാണ്. അപ്പോൾ ചില യുദ്ധങ്ങൾ രാജ്യത്തിന് വലുതാക്കിയപ്പോൾ ഇത് ഏറ്റവും മിനിമമായിട്ട് 4 ദിവസം കൊണ്ട് ഭാരതം സൂപ്പർ പവർ സേനയുടെ ലെവലിൽ ലോകം അംഗീകരിച്ചു. അമേരിക്കയുടെ ആണുവായു സേനത്തിന് മുകളിൽ വരെ ബ്രഹ്മോസ് വർഷിക്കാൻ പറ്റി. അത്ര ചങ്കൂറ്റുണ്ട്, തന്ത്രജ്ഞതയുണ്ട്. ഇത് ലോകം ഭാരതത്തിൻ്റെ ഇതിൽ പല ആഫ്രിക്കൻ രാജ്യങ്ങൾ അതിന് ശേഷം പല രാജ്യങ്ങളും നമ്മുടെ ആയുധങ്ങൾ വാങ്ങാൻ തുടങ്ങി. ആ ഒരു കൺസെപ്റ്റ് മാറി. അതേമാതിരി നമ്മൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ യാഗത്തിൽ വെച്ച്. നമുക്ക് 2 മഹാന്മാരുണ്ട് ഭാരതത്തിന്. ഒന്ന് നമ്മുടെ മഹാത്മാഗാന്ധിജി, രാഷ്ട്രപിതാവ്, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഏറ്റവും അധികം പ്രയത്നിച്ച മഹാനായൊരു മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ
സത്യാന്വേഷണ പരീക്ഷകളൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട്, അത് സമാധാനത്തിൻ്റെയാണ്. നിരാഹാരം ചെയ്ത് സമാധാനത്തോടു കൂടി ഒരു ഒരു അതാണ്, അതിലൂടെയാണ് ഭാരതം സ്വാതന്ത്ര്യം. അതേപോലെ ഒരു മഹാനാണ് സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം വയ്ക്കുന്ന മുന്നോട്ടൊരു ആശയമുണ്ട്, അത് അഗ്രസീവ് ആണ്. നമ്മൾ ഭാരതം ഇതുവരെ കൊണ്ടുവന്ന രീതി ഗാന്ധിജിയുടെ രീതിയായിരുന്നു, സമാധാനത്തിൻ്റെ ആ ഒരു മിതത്വത്തോടു കൂടിയിട്ട്. മെയ് 1 ശേഷം അത് ടോട്ടലി മാറി സുഭാഷ് ചന്ദ്രബോസിൻ്റെ എനർജി വന്നു തുടങ്ങും, ഒരു അഗ്രസീവ്നെസ് ഭാരതത്തിൽ വന്നു തുടങ്ങും. അതിനുശേഷം കണ്ട് ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം ഭാരതത്തിൻ്റെ രീതികൾ കണ്ടറിയാം. കംപ്ലീറ്റ് ടിക് ഫോർ ടാറ്റാണ്. ആ. അപ്പോൾ മറുപടി അതെ, അതായത് പോടാന്ന് വെച്ചാൽ വാടാന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് ഭാരതം അതെ മാറി. കാരണം ഇനി ഉള്ളത് ഈ അഗ്രസീവ്നെസ് ഭാരതത്തിൻ്റെ പ്രവർത്തികളിൽ തുടർച്ചയായിട്ടുണ്ടാവും. കാരണം അദ്ദേഹത്തിന് ഒരു എനർജി യാഗത്തിന് ശേഷം പാസ്സായിട്ട് പാസ്സായിട്ടുണ്ട്. ചാണക്യൻ്റെ തന്ത്രജ്ഞത പാസ്സായിട്ടുണ്ട്. 100% പാസ്സായിട്ടുണ്ട്. അപ്പോൾ അത് വിസിബിൾ ആണ് ഇപ്പോൾ. അതേപോലെ ആ വിസിബിലിറ്റി ഇപ്പോൾ നമുക്ക് കാണാനുണ്ട്. അത് ഈ യാഗത്തിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ്. ഇനി അടുത്ത മെയ് 1 വരെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാക്കും, അത് നമുക്കെതിരെ തിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. അങ്ങനെ എപ്പോഴും ഉണ്ടായിട്ട് ബംഗ്ലാദേശിലും ആ സമയത്ത് ബംഗ്ലാദേശ് അത് നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ബംഗ്ലാദേശിൽ 65% വോട്ട് വാങ്ങിയൊരു ഗവൺമെൻറ് 10,000 ആൾക്കാരെ ഇറക്കിയിട്ട് അട്ടിമറിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതേ സാധനം ലോകത്തിൽ നമ്മുടെ രാജ്യത്തിന് അയൽവാക്കത്ത് ഇനിയും നടക്കും. അത് നമ്മുടെ ഭാരതത്തിൽ നടത്താനുള്ള ശ്രമങ്ങളും നടത്തും. നമ്മുടെ വിദേശ ഫണ്ട് പിൻവലിക്കാൻ നോക്കും. അന്ന് അമേരിക്കയുടെ ഈ സംഭവം ഇല്ല, അതുണ്ടാവും, നമ്മുടെ ഫണ്ട് പിൻവലിക്കാനുള്ള ശ്രമം നടക്കും. പക്ഷെ ഇതേപോലത്തെ എല്ലാത്തിനും ഭാരതം അതിജീവിച്ച് വിജയിച്ച് മെയ് 1 നമ്മുടെ അഗ്നിയാഗം നടക്കണ സമയത്ത് ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആവും. അതുവരെ ഡീപ് സ്റ്റേറ്റും മുരുകവാനും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ട് മാറും. ഇത് ഒരു സൈഡിൽ ഡീപ് സ്റ്റേറ്റ്, ഒരു സൈഡിൽ ഭാരതം അല്ല മുരുകവാൻ. ഈ രണ്ട് എനർജിയുടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് 1 ആ എത്തണ വരെ ഈ ഫൈറ്റ് തുടർന്നുകൊണ്ടേയിരിക്കും. പല ഡൈമെൻഷനിൽ ഈ ഫൈറ്റ് തുടർന്നുകൊണ്ടേയിരിക്കും. ഡീപ് സ്റ്റേറ്റ് ഭാരതത്തിനെ തകർക്കാൻ പല രീതിയിൽ ശ്രമിക്കും. പക്ഷെ ഭാരതം അതിലേക്ക് അതിജീവിച്ചുകൊണ്ടേയിരിക്കും. ഒരു വട്ടം ശ്രമിക്കും, അത് ഭാരതം അതിജീവിക്കും, അടുത്ത വട്ടം ശ്രമിക്കും, അടുത്ത വട്ടം അതിജീവിക്കും. ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും മെയ് 1 വരെ. ഒരുപാട് ഡൈമെൻഷനിൽ നടക്കും, പല ആക്രമണങ്ങൾ നടക്കാം, പല രീതിയിൽ നടക്കാം. അപ്പോൾ നേപ്പാളത്തെ വിഷയം, പക്ഷെ ഭാരതം അതിൽ അതിജീവിച്ചു എന്നാണ് ലാസ്റ്റ് അറിയണത്. അങ്ങനെ ഓരോ വട്ടവും ഇങ്ങനെ നമ്മുടെ ചുറ്റായൽ രാജ്യത്ത് ഈ കാര്യങ്ങളുണ്ടാവും. ഇത് നമ്മൾ അന്ന് പറഞ്ഞതാണ്, ഭഗവാന്റെ ഡയറക്ഷനാണ് നമ്മൾ പറയുന്നത്, അല്ലാണ്ട് എൻ്റെ പ്രവചനമൊന്നുമല്ല, ഭഗവാന്റെ ഡയറക്ഷനാണ്. ഇത് മെയ് 1 വരെ തുറന്നുകൊണ്ടിരിക്കും. ഈ തമ്മിൽ ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്, ഒരു സൈഡിൽ ഡീപ് സ്റ്റേറ്റ്, ഒരു സൈഡിൽ മുരുകൻ, നേരിട്ടുള്ള ഇതായിട്ട് ഫൈറ്റായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മുരുകൻ്റെ അനുഗ്രഹത്താൽ, സഹായത്താൽ ഭാരതം ഓരോ വട്ടം അതിനെ പരാജയപ്പെട്ട് അതിജീവിച്ച് അടുത്ത മെയ് 1 അഗ്നിയാഗം നടക്കുമ്പോൾ ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആവും. അത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഭാരതം പല കാര്യങ്ങൾ തീരുമാനിക്കണം, ഭാരതം മാറി തുടങ്ങി ഡീപ് സ്റ്റേറ്റ്. ഇപ്പോൾ പല വീഡിയോയിലും ഭാരതം ഡീപ് സ്റ്റേറ്റ് ആയിട്ടുള്ള വാക്ക് ഉപയോഗിച്ച് തുടങ്ങി ഈ അടുത്ത് കുറച്ചാളായിട്ട്. നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാ. അന്ന് അങ്ങയുടെ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂലല്ല ഇവിടെ പറഞ്ഞപ്പം LMRKയിൽ വരെ ഡീപ് സ്റ്റേറ്റിൻ്റെ അത് തീർച്ചയായും വന്നിട്ടുണ്ട്, ഉള്ളിൽ കയറിയിട്ടുണ്ട്, നുഴഞ്ഞ് കയറിയിട്ടുണ്ട്. അവർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഫുൾ ദേശീയത മാത്രമല്ല, അത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി തുടങ്ങിയിട്ട് നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ യാത്രകളൊക്കെ ഇപ്പോൾ 3-4 ആൾക്കാർ ഒപ്പാണ്. പല കാര്യങ്ങളും നമ്മളും ശ്രദ്ധിക്കേണ്ട. ഒറ്റയ്ക്കുള്ള യാത്രകളൊന്നും ഇല്ല. താമസിക്കുമ്പോൾ എപ്പോഴും 2-3 ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് കുറച്ച് അങ്ങനെ ഈ ഒരു വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളും ശ്രദ്ധിച്ച് തുടങ്ങി. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹത്തിൽ ബലമുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ഒരു കൊല്ലത്തിൽ മെയ് 1 വരെ ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നേപ്പാളിലുണ്ടായില്ല, ഇതേപോലെ ഓരോന്നും ഉണ്ടാക്കാൻ ഡീപ് സ്റ്റേറ്റ് തുടങ്ങി. അതിങ്ങനെ അല്ല, അതൊരു ഇവിടെ ശ്രമിക്കുന്നുണ്ട്, നടക്കില്ല. ഇവിടെ നമ്മുടെ പാർലമെൻറ്റിലുള്ള ചെങ്കോല് വന്ന് ആ തമിഴ് മന്ത്രം ജപിച്ചതിൻ്റെ പവർ ഇല്ലെങ്കിൽ ഇതൊന്നും അല്ല നടക്കുക. വേറെ പലതും നടന്നതന്നെ, അത് പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അത് പക്ഷെ നടക്കാത്തതിന് കാരണം മുരുകൻ്റെ എനർജി സെൻട്രൽ ഷിഫ്റ്റ് ആയതുകൊണ്ടും ആ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞ ഡീപ് സ്റ്റേറ്റ് മുരുകനും നമ്മളെ നേരിട്ടുള്ള ഫൈറ്റാണ് ഈ നടക്കുന്നത്.
ഡീപ് സ്റ്റേറ്റ് ഒരു സൈഡിൽ ശ്രമിച്ചുകൊണ്ടിരിക്കും, മുരുകുവാൻ ഭാരതത്തിൽ സംരക്ഷിച്ച് അത് പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിങ്ങനെ പോവും. അടുത്ത കൊല്ലം മെയ് 1 വരെ അത് പോവും. ഇപ്പം ന്യൂസ് പക്ഷെ ആ മെയ് 1 ഇവിടെ യാഗം നടക്കണം. അഗ്നിയാഗം ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അഗ്നിയാഗം നടന്നാൽ ഭാരതം ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഭാരതം തീരുമാനിക്കും ആരെന്താ ചെയ്യേണ്ടത്. ഇപ്പം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും ഫുള്ളായിട്ട് ആവും അത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അഗ്നിയാഗം. അതിനുള്ള എന്താ പറയുക, അത് പറഞ്ഞതോടൊപ്പം തന്നെ ഈ ഡീപ് സ്റ്റേറ്റ് കോൺസെപ്റ്റ് വരുന്ന സമയത്ത് ഈ ഒരു മാറ്റം, ഈ ഇപ്പം അങ്ങ് പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസ്, ചാണക്യൻ, ഈ 2 നാണയത്തിലാണ് ഇപ്പം നരേന്ദ്രമോദി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ, നമ്മളെ പ്രധാനമന്ത്രി. കാരണം ബുദ്ധിപരമായ തീരുമാനങ്ങൾ, എന്നാൽ വാശിയോടുള്ള റിപ്ലൈ അല്ലേ. നമ്മൾ ഞെട്ടുന്ന, ഇപ്പം വിദേശകാര്യമന്ത്രി പോലും പറയുന്ന റിപ്ലൈ കേൾക്കുമ്പോൾ നമ്മൾ ചായക്കടയിൽ നിന്ന് പറയാറുണ്ട് പണ്ട്, 2 അടി കൊടുത്തൂടെ എന്നുള്ളത്. ആ 2 അടി കൊടുക്കുന്ന സംസാരമാണ് പറയുന്നത് അല്ലേ. ഈ ഒരു കോൺഫിഡൻസ് അവർക്ക് വരുന്നത് ഞാനിതിനെ 2ആയി കാണുന്നു. അങ്ങൊരു പാരലിൽ ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ ഞങ്ങളതിൽ പങ്കെടുപ്പിക്കുന്നു, LMRK മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് അവർക്കും അറിയാം എന്നുള്ളതല്ലേ ഇതിൻ്റെ അർത്ഥം? അറിയണ്ടാവും, ഉറപ്പായിട്ട് അറിയണ്ടാവും. കാരണം പാർലമെൻറ്റിൽ അത് വെക്കുന്ന സമയത്ത് പോലും ആ മൈലും അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റും ആ തമിഴ് മന്ത്രങ്ങളൊക്കെ അവിടെ വരുന്നത് നമുക്കത് ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, അങ്ങക്ക് ഈ ഗവൺമെൻറ്റിലൊക്കെ നല്ല പിടിപാടായിരിക്കും. അതാണ് ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറയുന്നത്. പക്ഷെ ഇത് വായിക്കുന്ന സമയത്ത് 2 സൈഡിലും ഇതുണ്ട്. അപ്പോൾ അവർക്ക് ഇത് കൃത്യമായി ഈ മുരുകവ്യൂഹത്തെ പറ്റി വളരെ വ്യക്തമായ ബോധം അല്ലേ? തീർച്ചയായും അറിയണം. കാരണം നമ്മൾ കറക്റ്റ് ഒരു പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. 2020 മുരുകയുഗം നടക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ആ വിളക്ക് കൊളുത്താൻ പറഞ്ഞത്. അതെ, എന്നിട്ട് അതൊരു മൈലിൻ്റെ വിളക്ക് കൊളുത്തി മുണ്ടെടുത്ത് വന്നിട്ട് കുഴപ്പമില്ല. അതെ, സൗത്ത് ട്രഡീഷണൽ. സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ വരേണ്ടത്. സൗത്ത് ഇന്ത്യ മുണ്ട്. ഗുജറാത്ത് ജനിച്ച് വളർന്ന ആളാണ്, അല്ലെങ്കിൽ ആൾ ഭരിക്കുന്നതിലും മേജർ സംസ്ഥാനങ്ങൾ മുഴുവൻ നോർത്ത് സംസ്ഥാനങ്ങളാണ്. അവ ഒരു ആലോചിച്ചാറിലൂടെ. എന്നിട്ട് മയിൽ വിളക്ക് കൊടുത്തിട്ടു. 2020 മുരുകൻ യുഗം തുടങ്ങുമ്പോൾ തന്നെ പുതിയ പാർലമെന്റ് വെക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കണം. കാരണം അതുവരെയുള്ള യുഗമല്ല, പുതിയ യുഗത്തിൽ പുതിയ പാർലമെന്റ് വേണം. ആ പാർലമെന്റിൽ മയൂരം തീം ഉള്ളിൽ വെക്കണു. 888 സീറ്റ്, 6 വരുന്ന സീറ്റ് വെക്കണു. അതിനുള്ളിൽ തമിഴ് ചോളന്മാരുടെ ഇത് വെറ്റിവേൽ വീരവേൽ എന്ന് പറഞ്ഞ് വാങ്ങി പ്രതിഷ്ഠിക്കുന്നു. തമിഴ് പഴനി നടക്കുള്ള തമിഴ് ആൾക്കാരെ കൊണ്ടുപോയിട്ട് മന്ത്രം ചെയ്യിപ്പിക്കുന്നു. ഇതൊക്കെ ഇത് നടക്കേണ്ടതാണ്. അതൊക്കെ അറിയാണ്ട് നടക്കില്ലല്ലോ. പിന്നെ അവിടുന്ന് ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോഴും നമുക്കറിയാം ഇപ്പോഴത്തെ രീതി, ഇപ്പോൾ പെട്ടെന്ന് അഗ്രസീവ് രീതിക്ക് മാറിയത് ആ ഒരു എനർജി ഭയങ്കരമായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ TV-യിൽ കാണുമ്പോഴേ ഈ ഗ്ലോബൽ മീഡിയാസ് മുതൽ അല്ലെങ്കിൽ ദൃശ്യമാധ്യമത്തിൽ, ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ഇത് പറഞ്ഞു തുടങ്ങി കുറച്ചായി. അങ്ങ് പറയുന്നതെല്ലാം കുറച്ച് മുന്നേ തന്നെ വരുന്നു. ഓൺലൈൻ മീഡിയ ഇപ്പോൾ എപ്പോഴും മുന്നേ വരും അത്. പക്ഷേ ഈ ഗ്ലോബൽ മീഡിയ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ മുഖ്യധാര അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനൽ കാണുന്ന സമയത്ത്, ഇപ്പോൾ റീസെൻ്റ് നടന്ന ചൈനയിലുള്ള സന്ദർശനം അല്ലേ, ഞാനത് ആ വീഡിയോ കാണുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെയാണ്. ഫസ്റ്റ് ഓർമ്മ വന്നത്, കാരണം നമുക്ക് സ്വകാര്യ സംഭാഷണത്തിൽ പോലും പറയുന്ന ഒരു കാര്യം കാണുകയുണ്ടായത്, ഒരു ലീഡർ അല്ലേ, ഒരു ലീഡർ നടന്നു പോകുന്നു, തോളിൽ കൈയിട്ട് സംസാരിക്കുന്നു, കൈയടിച്ച് സംസാരിക്കുന്നു, ഇത്രയും ഫ്രീഡത്തോടെ സംസാരിക്കുന്നു. റഷ്യയും ഇന്ത്യയും ചൈന. അപ്പോൾ ആൾക്കാർ അതിന് പല പേര് വെച്ചിട്ടാണ് വിളിക്കുന്നത്. എന്തായാലും അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം അല്ലാത്തതുകൊണ്ട് ഞാൻ ആ പേര് ഇവിടെ പറയുന്നത്. പക്ഷേ ആ 3 രാജ്യങ്ങളും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, ഈ കോമ്പിനേഷൻ്റെ ഒരു ഫലപ്രാപ്തി എന്തായിരിക്കും അടുത്ത കുറച്ച് വർഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? അങ്ങേക്ക് തോന്നുന്നത് എന്താണ്? 2023 ആഗസ്റ്റ് 15 നമ്മൾ യിങ് യാങ് യാഗം നടത്തുന്നത്. അതെ. ആ യിങ് യാങ് നടത്തുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സൗത്ത് കൊറിയയിലേക്ക് പോയി പ്രാർത്ഥിച്ച് മണ്ണെടുത്തുകൊണ്ട് വന്ന്, യിങ് യാങ്ങിൻ്റെ എനർജിയുള്ള സ്ഥലത്ത് നിന്ന് മണ്ണെടുത്തുകൊണ്ട് വന്ന് താവോയിസ്റ്റ് ചൈനീസ് ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് പഴനിയിൽ കൊണ്ടുവന്ന് നമ്മൾ യാഗം നടത്തുന്നത്. ആ യാഗം നടത്തുമ്പോൾ ഭഗവാന്റെ ഡയറക്ഷനിൽ ഞാൻ പറഞ്ഞത്, ഇന്ത്യ ചൈന റഷ്യ ഒരു ഇത് വരണം. കാരണം ഇന്ത്യ ചൈന തമ്മിലൊരു സ്പിരിച്വൽ കൊടുക്കൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരു അവിടെ സമാധിയാണ്, പുലിപ്പാണിസെതിരെ അവിടെ നിന്ന് വന്നതാണ്. അത് ഓപ്പൺ ആവണം, മടഞ്ഞു പോയിരിക്കാൻ കുറേ കാലം കഴിഞ്ഞ് പറഞ്ഞു. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എനർജി പാസിങ്, സ്പിരിച്വൽ എനർജി പാസിങ് നടക്കും. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ബന്ധം സ്ട്രോങ് ആവും.
ഇന്ത്യ, ചൈന, റഷ്യ എന്ന് പടിഞ്ഞാറിനെ തള്ളി. കാരണം കുറേ കാലം പടിഞ്ഞാറാണ് ലോകം ലോകം ഭരിച്ചു. ഭരിക്കുന്നത്. യൂറോപ്പ് ഭരിച്ചു, പിന്നെ അമേരിക്ക ഭരിച്ചു, അതെ. ഏഷ്യ ഉണ്ടല്ലോ, അത് മാറുന്ന സമയമായി മുരുകത്തിൽ. ഏഷ്യ പവർഫുൾ ടൈമായി. അപ്പോൾ ഇന്ത്യ, ചൈന, റഷ്യ എന്നൊരു പുതിയൊരു ലോകക്രമം വരണം പടിഞ്ഞാറെ തള്ളി. പവർ ഇവിടെ കേന്ദ്രീകരിക്കണം. അങ്ങനെ ആയാലേ ഇന്ത്യ ലോക പവറായിട്ട് മാറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും അമേരിക്കയുടെ കീഴിൽ നിൽക്കുന്ന സാമന്തരാജ്യമായിട്ട് നിൽക്കണം. അതെ 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 ഒരു ഒബീഡിയൻ്റ് ആയിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ അവരുടെ ഡയറക്ഷനൊക്കെ സ്വീകരിച്ച് ബാക്കിയുള്ള എത്ര യൂറോപ്പൊക്കെ നിൽക്കണ പോലെ ഒരു ഉപഗ്രഹം അങ്ങനെ ഇത്ര കാര്യം അതാണ് ഒരു ബിഗ് ഡാഡി എന്ന് വിളിക്കുന്നത്. ട്രംപിന് ബിഗ് ഡാഡി എന്ന് വിളിക്കുന്നത് അവർ. കാരണം അവരെല്ലാവരുടെയും അവരുടെ വേരുകൾ ആഴ്ന്നിറക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് ബ്രിട്ടൻ ചെയ്ത പോലെ ഇപ്പോൾ അവരെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കണേക്കാളും ഡേഞ്ചറാണ്. അവർക്ക് ഏത് രാജ്യത്തും എന്തുണ്ടാക്കാൻ പറ്റും. കാരണം അവരുടെ നിന്ന് കാശ് വാങ്ങി ജീവിക്കുന്ന ആൾക്കാർ എല്ലാ രാജ്യത്തും ഉണ്ട്. അവർ എല്ലാ രംഗത്തും ഉണ്ട്. മീഡിയസിലുണ്ടാവും, എല്ലാ രംഗത്തും ഉണ്ട് അവർ. മണി മേക്സ് പവർ. കാരണം മണി കൊടുത്തിട്ട് അവരുടെ ആളായിട്ട് ഉള്ളിൽ ഇരിക്കുകയാണ്. നമ്മളൊപ്പം ഇരിക്കുന്നുണ്ടാവും. നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ. കാരണം അവർ വെള്ളക്കാരൊന്നുമല്ല, നമ്മുടെ നാട്ടുകാരെന്നാ. നമ്മുടെ നാട്ടുകാർക്ക് കാശ് കൊടുത്ത് അവരുടെ ആൾക്കാർ. അത് ഇവിടെ മാത്രമല്ല കേട്ടോ, എല്ലാ രാജ്യത്തും ഉണ്ട്. അവർക്ക് ആക്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരെ ഇളക്കി വിട്ട് പല രീതിയിൽ പല ഡയമെൻഷനിൽ അവർ ആ രാജ്യത്തിനെ ആക്രമിക്കും. അവരെ ഏറ്റവും ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ ഡോളറിനെ അവർ തൊടാൻ സമ്മതിക്കില്ല. എവിടെ ഡോളർ? കാരണം ലോകത്തെ ഏത് രാജ്യത്തിനും അവരുടെ പണം അടിക്കണമെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സ്വർണത്തിൻ്റെ അളവ്, അങ്ങനെ പല, അല്ലെങ്കിൽ നാണ്യപ്പെരുപ്പ് ഉണ്ടാവും. അമേരിക്കയ്ക്ക് മാത്രം ഡോളർ എത്ര വേണമെങ്കിൽ അടിക്കാം. അത് വർക്ക് എപ്പോഴും ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര പണം അടിച്ചാലും അതിന് നാണ്യപ്പെരുപ്പം ഉണ്ടാവില്ല. കാരണം ഇവിടെ ഒക്കെ സർക്കുലേറ്റ്. അതാണ് അവരുടെ ബലം. എവിടെയെങ്കിലും ഡോളറിന് ഏതെങ്കിലും സമയത്ത് അടി കിട്ടി വെച്ചോ, ഇതൊക്കെ കൂടി വീഴും. കാരണം അടിച്ചിറക്കിയിട്ടുണ്ട്, ആ സാധനം ഒക്കെ കൂടി വീഴും. അപ്പോൾ അവർ ഏറ്റവും ശ്രദ്ധിക്കുക, ഡോളർമാർ ആര് തൊട്ടാലും അവരത് അനുവദിക്കില്ല. തൊട്ടവരൊക്കെ ഇപ്പോൾ ഗദാഫി തൊട്ടു, വിവരം അറിയിച്ചു. സദാം ഹുസൈൻ സകല സ്ഥലത്തും മലേഷ്യയിലോട്ടും ചെയ്തു, അത് ലെവലാക്കി. അവർ ഇവിടെ നമ്മൾ മോദിജി ഡോളർമ തൊട്ടു. അതാണ് ഏറ്റവും ആ ഡോളർ തൊട്ട ഇന്ത്യൻ റുപ്പീസിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതാണ് അവരുടെ ഡീപ് സ്റ്റേറ്റിൻ്റെ ആദ്യത്തെ ഇത് പ്രശ്നം. അപ്പം അവർ നമ്മൾ വിചാരിക്കണേക്കാളും കീഴിറങ്ങി വന്നിട്ടുണ്ടാണ്. പക്ഷെ ഇതിൽ തകർക്കണമെങ്കിൽ രണ്ട് കാര്യം നടക്കുള്ളൂ. ഇന്ത്യ, ചൈന, റഷ്യ എന്നുള്ളൊരു ബലം വരണം. അപ്പം ഡോളറിനെ എതിർക്കാനുള്ള പവർ വരും. ഏറ്റവും വലിയ ജനങ്ങളുള്ള സ്ഥലം, സാമ്പത്തിക സ്ഥിതിയിലുള്ള സ്ഥലം, ആയുധ ബലമുള്ള സ്ഥലം 3 രാജ്യങ്ങളാണ്. അങ്ങനെ വന്നാൽ മാത്രമേ ഈ ലോകക്രമത്തിനെ പൊളിച്ചടുക്കിയിട്ട് പുതിയ ലെവൽ. ഈ ബ്രിക്സ് കറൻസി അതിൻ്റെ ഒരു ഇതാണ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ. കാരണം ഇവർ 3 പേര് നിൽക്കണം. പക്ഷെ ഇതിൽ ഏറ്റവും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് ഇന്ത്യയും ചൈനയും നമ്മളെ ബന്ധം. ആ സമയത്താണ് നമ്മൾ 2023 ഇത് പറയുന്നത്. അന്ന് ഒരിക്കലും സാധ്യത ഇവൻ ഈ കൈലാസ യാത്ര പോലും ചെയ്യാത്ത സമയത്താണ് നമ്മളിത് പറയുന്നത്. ഒരിക്കലും അത് നടക്കുമെന്ന് ചിന്തയല്ലേ? അത് നടക്കണം. നടന്നാലേ ഭാരതത്തിന് ടോപ്പ് എത്താൻ പറ്റുള്ളൂ. പക്ഷെ നടക്കാൻ സാധ്യത ഏറ്റവും കുറവുള്ള സമയത്താണ് നമ്മൾ ഈ യാഗം നടത്തുന്നത്. അതെ. അതിനുശേഷം 4 വട്ടം ചൈനീസ് ബോർഡിലേക്ക് അയച്ചിട്ടുണ്ട്. ഒന്ന് എൻ്റെ ഒരു പിറന്നാൾ ധർമ്മശാലയ്ക്ക് അയച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പിറന്നാൾ ദിവസം സിക്കിം ഗാങ്ടോക്കിൽ പോയി. മൂന്നാമത് സ്പിറ്റി വാലി പോയി. വളരെ ഉള്ളിലേക്ക് പോയി. നാലാമത് ഈ ലാസ്റ്റ് പിറന്നാൾ ദിവസം തവാങ്ങിൽ ഇന്ത്യ ചൈന ബോർഡറിലായിരുന്നു. ഇപ്പോൾ ഞാൻ തായ്വാനിലേക്ക് പോകാൻ പോവാണ്. ഇത് വേറൊരു ബോർഡറാണ്. അപ്പോൾ ഈ യാത്രകളൊക്കെ ആ ഒരു എനർജി കറക്റ്റാക്കിയിട്ട് ആ ഒരു കറക്റ്റ് ആക്കണം. അതിന് വേണ്ടി അത് കഴിഞ്ഞ പോലെ നമ്മൾ ഗുരുവായൂർ നടന്ന പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രസംഗമാണ് വൈറലായിട്ട് പടിഞ്ഞാറത്തള്ളി ഇന്ത്യ, ചൈന, റഷ്യ വരണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഈ സംഭവത്തോടു കൂടി ഭയങ്കര വൈറലായി. ആ സമയത്ത് അതിൻ്റെ ഒരു ബാക്കി പത്രം പവർഫുള്ളായിട്ടാണ് ഇപ്പോൾ നടന്ന ഇന്ത്യ, ചൈന, റഷ്യയുടെ യോജിച്ചതിൽ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് അമേരിക്കൻ ഭക്തരുണ്ട്. അവർ വലിയവരാണ്. അവര് എന്താ പറയുക, അവരൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അവര് നമ്മളൊരു യജമാന ഭക്തർ, അവർ മനസ്സുള്ള ആൾക്കാർ അവരുണ്ട്. അവരിതിനെ എതിർക്കുന്ന ആൾക്കാർ. പിന്നെ ചൈനനെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് സംശയിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇത് മുരുകയുഗമാണ്, ഭഗവാന്റെ ഡയറക്ഷനാണ്, ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ നടന്നേ പറ്റും, നടക്കും ചെയ്യും. അത് ഭഗവാന്റെ ഡയറക്ഷൻ. എന്തുകൊണ്ട് നടത്തണമെന്ന് വെച്ചാൽ അങ്ങനെ ആയാലാ നമ്മൾ ലോകത്ത്
ഒന്നാമതാണ്. കയറുള്ളൂ. മറ്റേ ഇതിലൊരു പടത്തില് ഡയലോഗില്ലേ, യാഷിന്റെ പടത്തില് ഉം. KGF-ല്, ഉം. ഞാൻ ഏതെങ്കിലും 7 പേരെ അടിച്ചിട്ടല്ല ഡോൺ ആയത്, ഞാൻ അടിച്ച 7 പേരും ഡോണാണ്. ഡോണായിരുന്നു. അപ്പോൾ നമ്മൾ മുട്ടണമെങ്കിൽ ലോകത്ത് വലിയ വലിയവനെ അടിക്കണം, വലിയവനെ അടിച്ചാലേ നമ്മൾ ടോപ്പ് ആവുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. ആ സിറ്റുവേഷനാണ് അമേരിക്ക ഡീപ് സ്റ്റേറ്റ് അഗനിസ്റ്റ് മുറുകെ ഭാരതത്തിന് വേണ്ടിയിട്ട്. അവിടെയാണ് നമ്മൾ പറയുന്ന ആ ഒരു ഇന്ത്യ ചൈന റഷ്യയുടെ ഒരു മുന്നേറ്റം ആവശ്യം. അത് ഭഗവാന്റെ തീരുമാനമാണ്. അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇതിലാണ് ഭാരതം ലോകത്തെ പവർഫുൾ ആവണത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ എനർജി പാസിംഗ് ഒക്കെ നടന്നു. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തകർക്കാൻ വേണ്ടി ശ്രമങ്ങൾ എന്തായാലും ഉണ്ടാവും. കാരണം നമ്മൾ വിചാരിക്കുന്നതിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ളതാണ് അത് ഡീപ് സ്റ്റേറ്റ്. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, പവർഫുൾ മുരുകസേനയുടെ ബലം കൊണ്ട് ഇതൊക്കെ കവർ ചെയ്ത് ഇവൻ പെഹൽഗാമിൻ്റെ ആ ഒരു ക്രെഡിറ്റ് പോലും അമേരിക്ക എടുക്കുന്ന സമയത്ത് ഇന്ന് അത് വിസിബിളായി. അത് തെറ്റായിരുന്നു എന്നല്ല, ഈ പിണക്കത്തിലാണ് അത് പുറത്തേക്ക് വന്നത്. അതുവരെ ഞാനും ഒരു സാധാരണയായിട്ടുള്ള ആൾക്കാരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അത് അമേരിക്ക ഇടപെട്ടുകൊണ്ടാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. പക്ഷെ എന്നാൽ അത് സത്യം പുറത്തേക്ക് വന്നു. ഇന്നിപ്പോൾ അവിടെ പറയുന്നതിന് ഇവിടെ കൃത്യമായ മറുപടി ഇവിടെ നിന്ന് കൃത്യമായി പറയുകയും നമ്മളൊരു സ്ട്രോങ് നേഷൻ്റെ ഭാഗമാണ് എന്നുള്ള തോന്നൽ എല്ലാ പൗരന്മാർക്കും വന്നു അല്ലേ. ദേശീയതയുടെ ഒരു ആക്ച്വലി പീക്സ് ടൈമിലേക്ക് നമ്മൾ കൊടുന്നു. അതെ, നമ്മൾ എവിടെ ചെന്നിട്ട് കസേരയിട്ട് വലിച്ചിരുന്ന് ഇരിക്കാവുന്ന ലെവലിലേക്ക് ഭാരതം മാറി. ഭാരതത്തിനെ ഒഴിവാക്കിയിട്ട് ലോകത്ത് ഇനിയൊരു ചർച്ചകളോ കാര്യങ്ങളോ നടക്കില്ല. അത് ഈ ഒരു സംഭവം കൂടി വന്ന് ഫുൾ ഇതിൽ വന്ന് ഇന്ത്യ ചൈന റഷ്യ എന്നുള്ള RIC എന്നുള്ള പലരും പറയുന്ന ആ ഒരു സംഭവം അതിൽ വരുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. നമുക്ക് എന്തായാലും അത് ഈ RIC ഞാൻ ശ്രദ്ധിക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അങ്ങോട്ട് സംസാരിക്കുന്നതോട് ഷെയർ ചെയ്യുന്ന, ഇന്ത്യയുടെ പുറകെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. മേ ബി ചൈനയുടെ പുറകെയോ അല്ലെങ്കിൽ റഷ്യയുടെ പുറകെ അത്ര ഒരു വലിയ കൂട്ടമില്ല. പക്ഷേ ഇന്ത്യയുടെ പുറകെ ഒരുപാട് കൂട്ടമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളാവാം. ഇപ്പം നമ്മൾ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പല പാകിസ്ഥാൻ വ്ളോഗേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് അങ്ങ് കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ തന്നെ ഇന്ത്യയുടെ ഭാഗമാണെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ല പ്രോസ്പെരിറ്റി ആയിരുന്നു എന്ന് ചിന്തിക്കുന്ന, അത് മറ്റു രാജ്യങ്ങളായിക്കോട്ടെ. അതുപോലെ അങ്ങ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഈ അഫ്ഗാനിസ്ഥാൻ പോലത്തെ ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഗാന്ധാരം എന്ന് പറയുന്ന ആ ഭാഗങ്ങളിലേക്കൊക്കെ ഉള്ള ആൾക്കാർക്ക് അവർക്കൊക്കെ നമ്മളുടെ ഒരു പ്രോസ്പെരിറ്റി, അല്ലെങ്കിൽ നമ്മൾ ആസ് എ കൺട്രി ഉയർന്നു വരുന്നതിൻ്റെ ഭാഗമാകണം. അല്ലെങ്കിൽ എല്ലാവർക്കും ഉയർന്നു വരുമ്പോൾ ഇപ്പം മാറുന്നവർ അതിൻ്റെ കൂടെ നിൽക്കാൻ വരുന്ന പോലെ തന്നെ ഒരു ഫീൽ ക്രിയേറ്റ് ആവുന്നില്ലേ? തീർച്ചയായും. അതിപ്പോൾ എപ്പോഴും ഉണ്ടല്ലോ. അതും ലോകത്തിൻ്റെ ഒരു പ്രതിഭാസം. അത് ഭാരതം മാത്രമല്ല. ഇപ്പം നമ്മൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് യൂറോപ്പിലേക്ക് കുടിയേറി പോകുന്ന ആൾക്കാരില്ലേ, അമേരിക്ക വിസ കിട്ടാൻ വേണ്ടി കാലത്ത് പോയിട്ടിരുന്ന് കിട്ടിക്കഴിഞ്ഞ ജീവിതത്തിലെ ഈ അടുത്തൊരു വീഡിയോ കണ്ടു. സത്യം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ദേഷ്യം വന്നു. ഒരുത്തൻ ന്യൂസിലാൻഡിൽ വിസ കിട്ടി, ഇന്ത്യക്കാരനാണ്. അവ ആഘോഷിക്കണ കാണണം. ഇന്ത്യയുടെ ഇതൊക്കെ വലിച്ചെറിഞ്ഞ് ആ വിസ സ്വീകരിച്ചിട്ട് ആകുന്നത്. സത്യം പറഞ്ഞാൽ അവനൊക്കെ പോയത് നന്നായി ആലോചിച്ചു. പക്ഷെ അവനൊക്കെ എന്ന് അവിടെ പോയി നിന്നാലും അവർ രണ്ടാം കൊടുക്കാരനെ കാണുള്ളൂ. അത് ഇനി അറിയാൻ പാടുന്നത് എന്താ അറിയാം, 2030 കഴിഞ്ഞോടുകൂടി നമ്മുടെ കുടിയേറ്റങ്ങൾ മെല്ലെ കുറഞ്ഞു തുടങ്ങും. കാരണം അവിടുത്തെ സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ് അവിടെ തൊഴിലില്ലായ്മ വന്നു തുടങ്ങി, അവിടെ ആൾക്കാർക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് മാറി തുടങ്ങും. അപ്പോൾ നമ്മുടെ കുടിയേറ്റം കുറഞ്ഞു തുടങ്ങും. 2035 അവർ നമ്മുടെ കമ്പനികളുടെ ഭാഗമാവാൻ വേണ്ടി വരുന്നൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിച്ചിട്ട് ഇത് കണ്ടെടുത്ത് നടക്കാൻ പോണ കാര്യമാണ്. 2035 നമ്മുടെ ഇന്ത്യൻ കമ്പനികളിൽ അവർ ജോലിക്കാരാവും. ഇന്ത്യൻ കമ്പനി ഇപ്പോൾ അവർ വരുന്നത് എങ്ങനെയാണ്, അവർ ഓണർമാരായിട്ട് അവരുടെ കമ്പനി തിരിയത് ഇന്ത്യൻ കമ്പനികളിലെ എംപ്ലോയീസായിട്ട് അവർ വരുന്ന ലെവലിലേക്ക് മാറും. നമ്മൾ വിദേശ രാജ്യത്തേക്ക് പോവും കമ്പനിയുടെ ഓണർമാരായിട്ട്, ജോലിക്കാരായിട്ടല്ല. എല്ലാവരും ആ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നമ്മൾ ആ ലെവലിലേക്ക് 2035 മാറും. 2030 അവിടെ ഇപ്പം നമുക്ക് പറയാം പുറത്തൊക്കെ പല കുടിയേറ്റത്തിനെതിരെല്ലാം ഇത് തുടങ്ങി. കാരണം ഇതാണ്, പിന്നെ അവരുടെ ഫിനാൻഷ്യൽ അതൊക്കെ കുറഞ്ഞു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു സാധനം തിരിയണതിൻ്റെ ഭാഗമാണത്. ഒരു സാധനം ടോപ്പിൽ നിന്നിട്ട് അത് തിരിച്ച് താഴ്ത്തിക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. അവർ പുറത്തുനിന്ന് ആൾക്കാരെ അടുപ്പിക്കാണ്ടാവും. പിന്നെ അവർ പുറത്ത് കാലത്തേക്ക് ജോലിക്ക് പോകും. നമ്മൾ ആ ടൈമിൽ കയറിയിട്ട് ലെവല് 2035 അത് സംഭവിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, അപ്പോൾ ഈ നേരത്തെ അങ്ങ് ചോദിച്ച പോലെ
പല രാജ്യങ്ങളും ഇന്ത്യയിലേക്ക് എത്തിപ്പെടാനും ഇന്ത്യയോട് കൂട്ടുകൂടാനും ആഗ്രഹിച്ചിട്ടുണ്ട്. മത്സരിക്കുന്ന ഒരു കാലം വരും. ആരും ഇപ്പോഴും ഒരു 4-5 കൊല്ലം മുമ്പ് വരെ നമ്മളൊരു സ്ഥലത്ത് ടൂറിന് പോയെന്ന് വിചാരിച്ചു, വിദേശത്തായാലും ഇന്ത്യയിലും ഒരു റിസോർട്ടിൽ പോയി താമസിക്കണു. ആ സമയത്ത് ഒരു അമേരിക്കക്കാരൻ വരുന്നു. ഞാനും പേ ചെയ്യുന്നത് സെയിം കാശാണ്, അദ്ദേഹം ചെയ്യണത് സെയിം കാശ്. പക്ഷെ നമ്മളിലുള്ള റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കണ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ആ വെള്ള തൊലിയോടുള്ള ആ ഒരു ബിഗ് ഡാഡി കോൺസെപ്റ്റിനോടുള്ള അല്ലെങ്കിൽ ബിഗ് ബ്രദർ അവർക്ക് ഒരു പേടി. അതെ, സെയിം കാശ് കൊടുത്തിട്ട് നമ്മൾ പോകണ്ടാവും, പക്ഷെ ഒരു എക്സ്ട്രാ സാധനം അവർക്ക് കൊടുക്കും. അത് നമ്മുടെ മനസ്സിനുള്ളിലുള്ള അവരെ താഴ്ത്തണം എന്നല്ല, പക്ഷെ ഈക്വൽ അല്ല എന്നുള്ളൊരു തോന്നല് ഉള്ളിൽ കിടക്കണത് കൊണ്ടാണ്. അതൊക്കെ മാറും, അത് തനിയെ മാറും. അത് മാറി നമ്മളും ഈക്വലായിട്ടെന്നുള്ള ലെവലിലേക്ക് മാറണം. അത് അവിടെ ഇത്ര സംഭവങ്ങൾ, രാജ്യം വളരുന്നുണ്ട്, അതിനൊപ്പം ജനങ്ങളും വളരണം. അത് കുറേ പേര് അതിലേക്ക് വളരുന്നുണ്ട്, കുറച്ച് പേര് ഇപ്പോഴും ആ ഒരു അടിമ മനസ്സിന്റെ ഭാഗങ്ങളായിട്ട് വളരെ പ്രസക്തമായ വാചകമാണ്. നമ്മളും അതിനൊപ്പം വളരണം. അത് ആ വളർച്ചയുടെ തോത് രാജ്യം വളരുന്ന തോതുമായിട്ട് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. അത് നമ്മുടെ ഇത്ര പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഇത്ര പ്രഭാഷണങ്ങളിലൂടെയൊക്കെയാണ് അത് എത്തിക്കാൻ പറ്റുള്ളൂ. നീ മോശമല്ല, നീ സൂപ്പറാന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തണം. അത് ആ ബോധ്യം സെൽഫ് റെസ്പെക്ട് അത് നമ്മൾ അവിടെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അവർക്ക്. നീ മോശമുള്ള ആളല്ല, നീ ഭാരതം എന്ന് പറഞ്ഞ രാജ്യത്തിൽ പൗരനാണ്, നീ പുലിയാണ് ഈ ലോകത്തെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവനെ പിടിച്ച് ഉയർത്തണം ആ അടിമ മനസ്സെന്ന്. നമ്മുടെ സംസാരം കൊണ്ട് കുറേ പേർക്കൊക്കെ അത് ഉണ്ടാവട്ടെങ്കിൽ, നമ്മുടെ പ്രവൃത്തി കൊണ്ട് കുറേ പേർക്ക് ഉണ്ടാവണമെങ്കിൽ അത് നല്ലത്. സഹായിച്ച് അത് വലിയൊരു അച്ചടക്കത്തിൻ്റെ ഭാഗമാണ് അല്ലേ. അത് അങ്ങേരെ ഈ ഒരു സേനാ കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഭഗവാന്റെ പുറകിൽ നമ്മൾ അണിനിരക്കുന്ന സമയത്ത് അങ്ങ് എപ്പോഴും അങ്ങനെ എലമാർക്കിൽ കാണുന്നൊരു വലിയൊരു ഡിസിപ്ലിൻ അല്ലേ, ഒരു ഇൻറ്റഗ്രിറ്റി അടങ്ങുന്ന ഡിസിപ്ലിൻ എപ്പോഴും നമ്മൾ കാണാറുണ്ട്. അങ്ങ് അത് എപ്പോഴും ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു എന്നുവെച്ചാൽ അത് അടിച്ചേൽപ്പിക്കുന്നതല്ല അല്ലേ, അത് ഉണ്ടായി വരേണ്ടതാണ്. കാരണം നീ ഇതിൻ്റെ ഒരു ഭാഗമാണ്. നീ ചെയ്യുന്നത് ചെറിയൊരാൾക്കുള്ള പണിയല്ല, ആളുടെ പണിയല്ല ചെയ്യണം, പണിയാണ്ടവൻ്റെ ജോലിയാണ് ചെയ്യണത്. അതിൻ്റെ ഒരു ബഹുമാനവും ആത്മാർത്ഥതയും സത്യസന്ധതയും നിന്റെ ജോലിയിൽ ഉടനീളം കാണണം എന്നാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന മെസ്സേജ്. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയുമ്പോൾ, എനിക്കൊരു ബോസ് ഉണ്ട്, ആ ബോസ് ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അത് ഞാൻ ആ ബോസിനോട് ഈ ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഉത്തരം എന്നോടും പറയണ്ട, ചെയ്യുക. അപ്പോൾ നമ്മളെ ബോസ് അങ്ങനെ പഠിപ്പിച്ചിരിക്കണം, സെൽഫ് സസ്റ്റെയിൻഡ് ആവുക. നീ നിന്റെ കാര്യം നീ നോക്കുക, പക്ഷെ നിന്നെ കൂടിച്ചേർത്ത് കൊണ്ടുപോകുന്നതും ലക്ഷ്യത്തിൽ എത്തിക്കുന്നതും അങ്ങയുടെ മുന്നോട്ടുണ്ടാവും. പക്ഷെ അത് നീ ചെയ്യണ്ടോന്ന് ഉറപ്പ് വരുത്തൽ നീയാണ്. തീർച്ചയായും അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ അവനോടും കൂടി വളരെയാണ്. പേഴ്സണലായിട്ട് ഒരു വ്യക്തിപരമായിട്ട് അവൻ ഉയരുകയാണ്. അവനറിയാതെ ആളുടെ ഉള്ളിൽ ഒരു സെൽഫ് റെസ്പെക്റ്റും സെൽഫ് കോൺഫിഡൻസും വർദ്ധിക്കുക ചെയ്യണത്. ആളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് ആൾക്ക് ഗുണം ചെയ്യും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന വ്യക്തി അറിയാതെ തന്നെ ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഡ്യൂട്ടി ചെയ്യുമ്പോൾ. അത് ഒരുപാട് പേർക്ക് നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ ആ മനസ്സിലാവൽ വളരെ വലിയൊരു കാര്യം.